ഇവിടെ ഒരാൾ പറഞ്ഞതുപോലെ തന്നെ ക്വാളിറ്റി പ്രേക്ഷകർ മാത്രമാണ് അതിലുള്ളത്. അപ്പൊ ആ ക്വാളിറ്റിയെ പെട്ടെന്ന് ബൂസ്റ്റപ്പ് ചെയ്യാൻ സഹായിച്ചത് ലക്ഷക്കണക്കിന് ആളുകൾ കണ്ട അലക്സാണ്ടർ ജേക്കബ് സാറുമായിട്ടുള്ള ഒരു സെഷനാണ്. അതിലെന്നെ അത്ഭുതപ്പെടുത്തിയത് സാറുമായിട്ട് ഇങ്ങനെ ഒരു സെഷൻ ചോദിച്ചിരുന്നു, ഒരു അനുവാദം ചോദിച്ചിരുന്നു. അപ്പൊ ഏതാണ്ട് 1 മാസത്തിന് ശേഷം എനിക്കൊരു ഫോൺ വരുന്നു. സാറിന്റെ ഫോണാണ്. ഞാൻ ഒന്ന് വിറ കൊണ്ടുകൊണ്ടാണ് ഫോൺ എടുത്തത്. അപ്പോൾ ഉടൻ തന്നെ സാർ പറയുന്നത്, ഞാൻ തിരുവനന്തപുരത്തുണ്ട്, നമുക്കിന്ന് ഷൂട്ട് ചെയ്യാൻ പറ്റുമോ? അപ്പൊ ഞാൻ അത്ഭുതപ്പെട്ടു. കാരണം 40 കിലോമീറ്റർ അകലെ നിൽക്കുകയാണ്. അപ്പൊ ഞാൻ പറഞ്ഞു, സാർ ഇങ്ങനെ ഒരു സ്ഥലത്താണ് ഞാൻ നിൽക്കുന്നത്, കുഴപ്പമില്ല, പോകുന്ന വഴിക്ക് എവിടെയെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നത്. അപ്പൊ പിന്നെ നടന്നതെല്ലാം എന്താ പറയാ, ഒരു മിറാക്കിൾ പോലെ നടന്നു. മിറാഷ് പോലെ എനിക്ക് തോന്നിയിരുന്ന ഒരു കാര്യം വളരെ പെട്ടെന്ന് തന്നെ സംഭവിച്ചു. അതിനുശേഷം ഞങ്ങളുടെ നാട്ടില് ഒരു ക്ഷേത്രത്തില് അദ്ദേഹം വന്നു, പ്രഭാഷണം നടത്തി. അപ്പൊ ഇന്ന് ഏറ്റവും കൂടുതൽ സനാതന ധർമ്മത്തെയും അതുപോലെ തന്നെ സംസ്കാരത്തെയും ഇതുപോലെയുള്ള ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള ആത്മീയ അറിവുകളും പ്രദാനം ചെയ്തു കൊടുക്കുക എന്ന് പറയുന്ന ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള കർമ്മമാണ് അദ്ദേഹം നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ നമുക്ക് യാതൊരു സംശയമില്ല. മാത്രമല്ല, സാറിനെ പോലെ ആൾ പറയുമ്പോൾ സാറിന്റെ ആ ഗരിമ, ഹിമാലയത്തോളം ഉയരുന്ന ഗരിമ എന്ന് നമുക്ക് പറയാം. ആ ഗരിശൃംഗങ്ങളിൽ നിന്ന് മുഴങ്ങുന്ന ശബ്ദമാണ് യഥാർത്ഥത്തില് നമുക്ക് ഓരോരുത്തർക്കും ധൈര്യമുണ്ട്. പലർക്കും ഈ വഴി വരാൻ ഭയങ്കരമായ ഭയമാണ്. ഇത് ഉള്ളതാണോ? നേരത്തെ പറഞ്ഞതുപോലെ, ജയകുമാർ സാർ പറഞ്ഞതുപോലെ, എല്ലാം ഉപേക്ഷിച്ച് പോകണോ, അതോ പകുതി വഴിയിൽ ഇട്ടിട്ട് പോകണോ, അതോ ഇങ്ങനെയൊക്കെ കൊണ്ടുപോയാൽ മതി, എന്താ സംഭവം? അപ്പൊ അങ്ങനെ വഴി പിണഞ്ഞു നിൽക്കുന്ന പല ആളുകൾക്കും ഏറ്റവും നല്ല ഒരു വെളിച്ചമാണ്, ഒരു വഴി ചൂട്ടാണ് സാറിന്റെ വാക്കുകൾ. കൂടുതലൊന്നും പറയുന്നില്ല. അപ്പൊ ഈ ഒരു സാന്നിധ്യത്തിന് എത്രയോ ജന്മങ്ങളുടെ പുണ്യമാണ് ഇങ്ങനൊരു മഹാമേരുവിന്റെ അടുത്ത് ഇരിക്കാൻ കഴിയുക, അല്ലെങ്കിൽ അടുത്ത് നിൽക്കാൻ കഴിയുക. അപ്പൊ ആ ഒരു പുണ്യം, അതൊരു സ്വകാര്യമായ ഒരു പുണ്യം മനസ്സിൽ വെച്ചുകൊണ്ട് അങ്ങ് ഏറ്റവും ആദരവോടുകൂടി ക്ഷണിക്കുകയാണ് ഈ ഒരു വിഷയത്തിനെ കുറിച്ചുള്ള മുഖ്യ പ്രഭാഷണം. നമഃ ശിവായ. പേരുപേക്ഷനായ ഋഷി സാഗർ, സദസ്സിനെ അലങ്കരിക്കുന്ന വിശിഷ്ട വ്യക്തികൾ, വളരെ ഗഹനമായ ഒരു വിഷയമാണ് ഋഷി സാഗർ തിരഞ്ഞെടുത്തിരിക്കുന്നത്. എല്ലാ മതങ്ങളുടെയും സാരം നമ്മൾ പഠിക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന ആത്മബോധത്തെ പറ്റിയുള്ള ചിന്തയാണ് ഇന്ന് അവതരിപ്പിക്കുന്നത്. മതങ്ങൾ എന്നാണ് ഉണ്ടായെന്നുള്ളതിനെ പറ്റി വിശദമായ ചർച്ച നടക്കുന്നു. പക്ഷെ 14,000 കൊല്ലത്തിന് മുമ്പ് മതം ഉണ്ടായിരുന്നുവെന്ന് വളരെ കൃത്യമായി കണ്ടെത്താൻ പറ്റുന്ന ചില ചരിത്രപരമായ തെളിവുകളുണ്ട്. 20,000 കൊല്ലം പഴക്കമുള്ള നിയാൻഡർതാൽ ഗുഹകളിലെ മനുഷ്യൻ സൂര്യനെ നോക്കി ആരാധനാപൂർവ്വം നിൽക്കുന്നത് നിയാൻഡർതാൽ ഗുഹകളിൽ കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. സ്പെയിനിന്റെ, ഫ്രാൻസിന്റെ ഇടയ്ക്കുള്ള ഗുഹകളിൽ. ഇന്ത്യയിലെ 14,000 കൊല്ലം പഴക്കമുള്ള ഗുഹകളാണ് മധ്യപ്രദേശിലെ പ്രസിദ്ധമായ ഗുഹ. ആ ഗുഹയിലെ ചിത്രം എടുത്തിട്ട് കാർബൺ ഡേറ്റിംഗ് ചെയ്തത് 14,000 വർഷം പഴക്കമാണ്. ആ ഗുഹയ്ക്കകത്തൊരു മനുഷ്യൻ പ്രാർത്ഥനാപൂർവ്വം നിൽക്കുന്ന ഒരു ചിത്രം വളരെ കൃത്യമായി ഐഡന്റിഫൈ ചെയ്യുന്നു. കേരളത്തിലെ ഏറ്റവും പഴക്കമുള്ള ഗുഹാചിത്രം എടക്കൽ ഗുഹയാണ്. വയനാട്ടിലെ അമ്പലവയലുള്ള എടക്കൽ ഗുഹ. ആ ഗുഹയില് താടിയുള്ള ഒരു മനുഷ്യൻ സൂര്യനെ നോക്കി ഇങ്ങനെ കൈകൂപ്പി നിൽക്കുകയാണ്. മധ്യപ്രദേശിലെ വിണ്ടക്ക ഗുഹകളിലെ 14,000 കൊല്ലത്തിനും വരച്ചതും 7,000 കൊല്ലത്തിന് മുമ്പ് എടക്കൽ ഗുഹകൾ വരച്ച ആ 2 വര തമ്മിൽ വളരെ വലിയ സാമ്യമാണ്. വരച്ചത് വ്യത്യസ്തരായ ആൾക്കാരാണ്. അപ്പൊ ഈ മനുഷ്യന്റെ ആത്മാവ് ഈശ്വരനെ തേടി പോകുന്നത് 20,000 കൊല്ലം പഴക്കമുള്ള സംഭവമാണ്. പക്ഷെ ഒരു 5,000 years ബിഫോർ ആണ് ഈ കൺസോളിഡേറ്റഡ് മതങ്ങൾ രംഗപ്രവേശനം ചെയ്യുന്നത്. ലോകത്തിലെ ആദ്യത്തെ മതം ഏതാണെന്നുള്ളതിനെ പറ്റി വലിയ തർക്കം നടക്കുന്നുണ്ട്. സനാതനധർമ്മമാണെന്ന് നമ്മൾ പറയും. പക്ഷെ സുമേരിയൻ മതവും ഈജിപ്ഷ്യൻ മതവും നമ്മളുമായി സമാനമായ ഒരു കാലഘട്ടത്തിൽ ഉണ്ടായതാണെന്നാണ് ചരിത്രകാരന്മാർ പറയുന്നത്. പക്ഷെ മതം ഏത് സ്ഥലത്തുണ്ടായാലും ആ മതം ഈശ്വരനെ തേടി പോകുന്ന അവസരത്തിൽ, ഈ ആത്മാവ് ഈശ്വരനെ സാക്ഷാത്കരിക്കുന്ന അവസരത്തിൽ ഈ മതങ്ങൾ തമ്മിലുള്ള വ്യൂ പോയിന്റ് വളരെ ഭംഗിയായിട്ട് നമ്മൾ മനസ്സിലാക്കണം. അതിലേറ്റവും ആദ്യത്തത് ഈശ്വര സങ്കല്പമാണ്. ലോകത്തിലെ മതങ്ങൾ ഓരോരോ ഭാഷകളിൽ ഈശ്വരനെ വിളിക്കാനാണ്. അപ്പോൾ മധ്യപൂർവ്വ ഏഷ്യയില് വളരെ കൃത്യമായി മലയുടെ അടിവാരത്തിലെ
ദൈവസങ്കല്പം, യാഹ് എന്ന ദൈവസങ്കല്പവും മല മുകളിലേത് ലാഹ് എന്ന ദൈവസങ്കല്പമായിരുന്നു. അപ്പൊ യാഹ് എന്ന് പറയുന്നത് ഒരേ ദൈവത്തിന് രണ്ടു പേരാണ്. സമുദ്രത്തിൽ വിളിക്കുന്ന യാഹാണ്. ആ യാഹ് എന്ന വാക്ക് യാഹ്വേ എന്നായപ്പോൾ യഹൂദന്മാരുടെ യഹോവ എന്ന സങ്കല്പം ഉണ്ടായി. അത് പിന്നെ ക്രിസ്തുമതം എടുത്ത് കീഴ്പോട്ട് വരികയാണ് ആ വിശ്വാസം. എന്നാൽ അതേ ദൈവത്തെ സമുദ്രത്തിൽ യാഹ് എന്ന് വിളിച്ച ദൈവത്തെ മലയുടെ മുകളിൽ ലാഹ് എന്ന് വിളിച്ചത്. ആ ലാഹ് എന്ന ദൈവത്തിന്റെ മുമ്പിൽ അറബി ഭാഷയിൽ ദി എന്ന് വരുന്ന അൽ എന്ന് പറയുന്ന ഡെഫിനറ്റ് ആർട്ടിക്കിൾ ചേർത്തപ്പോൾ അത് അള്ള എന്ന് മാറി. സെയിം ഗോഡാണ്, സെയിം വാക്കാണ്. പക്ഷെ രണ്ട് മതങ്ങളിൽ വന്നപ്പോൾ ഒന്ന് യാഹയായി, മറ്റേത് അള്ള എന്ന് രൂപാന്തരപ്പെട്ടു. അത് കഴിഞ്ഞ് ആ സുമേരിയിലും ബാബിലോണിലും വന്നും വരുമ്പോൾ ദൈവസങ്കല്പം വളരെ കൃത്യമായി പാരലായിട്ട് പോവുകയാണ്. പക്ഷെ ആ പാരലായിട്ട് പോകുന്ന ദൈവസങ്കല്പം ഇപ്പൊ ഈജിപ്ഷ്യൻ മതം അങ്ങോട്ട് എടുത്താൽ ഇന്ത്യയിലെ ഹിന്ദുമതത്തിന്റെ സങ്കല്പങ്ങൾ വളരെ ക്ലിയറാണ്. പരന്തിന്റെ ദൈവനുണ്ട്, ഈജിപ്തുകാർക്ക് പരന്തിന്റെ ദൈവനുണ്ട്, ഹോറസ് എന്ന ദൈവനുണ്ട്. ഇന്ത്യയിലെ ഭഗവാൻ കൃഷ്ണനെ പോലെ നീല നിറത്തിലുള്ള ഷെപ്പേർഡ് ആയിട്ടുള്ള ദൈവസങ്കല്പം ഈജിപ്തിൽ മതത്തിൽ അമൂൻ എന്നായി മാറുകയാണ്. എന്നാൽ ഇന്ദ്രൻ വിത്രൻ വർണ്ണ എന്ന ദൈവസങ്കല്പം ഇന്ത്യയിലുള്ളതുപോലെ തന്നെ അത് പസഫിക് സമുദ്രത്തിലുണ്ടായ മേഖലകളിലുണ്ടായിരുന്ന ദ്വീപുകളിലുണ്ടായിരുന്നു. തുർക്കിയിലെ മതത്തിൽ വളരെ കൃത്യമായി ഇന്ദ്രൻ വിത്രൻ വർണ്ണ ദൈവസങ്കല്പമുണ്ട്. ഹിറ്റൈറ്റുകളുടെ പ്രസിദ്ധമായ ബോഗസ്കോയി 3400 വെള്ളത്തിൽ ലിഖിതം അതിനകത്ത് ഇന്ദ്രൻ വിത്രൻ വർണ്ണനുണ്ട്. റോമാക്കാരുടെ പ്രധാന ദൈവം വിത്രനാണ്. മിത്രായിസം എന്ന് പറഞ്ഞാൽ അവിടുത്തെ സീസർ ജൂലിയസ് സീസർ ഉൾപ്പെടെ എല്ലാവരും ബാധിച്ചിരുന്ന മിത്രനോടാണ് ഋഗ്വേദത്തിലെ ഇന്ദ്രൻ വിത്രൻ വരണൻ തുടങ്ങിയ ദൈവസങ്കല്പം. അപ്പൊ ഈ ദൈവസങ്കല്പങ്ങളുടെ മിത്തോളജിക്കൽ ഗ്രഡേഷൻ എടുക്കുമ്പോൾ അത് വളരെ കൃത്യമായി കാണുകയാണ്. ആ ദൈവത്തെ വിളിക്കുന്ന പേരിൽ നിന്ന് ദൈവത്തെ മനുഷ്യൻ ഗ്രഹിക്കുന്ന അവസരത്തിലാണ് ഈ ആത്മബോധം വളരെ കൃത്യമായി മനസ്സിലാവുക. അപ്പോൾ പല മതങ്ങളും പല ദൈവസങ്കല്പങ്ങളെ ഉണ്ടാക്കിയിരുന്നു. ആ ദൈവസങ്കല്പങ്ങളെല്ലാം ഒന്നാണ് എന്നൊരു ധാരണ മനുഷ്യൻ ആദ്യമായി വരുന്നത് 3360 വർഷങ്ങൾക്ക് മുമ്പ് BC 1360 ജീവിച്ചിരുന്ന ഈജിപ്തിലെ പ്രസിദ്ധനായ അക്കനാത്തോൻ എന്ന് പറയും ഫറോ രാജാവാണ്. അദ്ദേഹം എല്ലാ ദൈവങ്ങളും സൂര്യഭഗവാനേക്കാൾ താഴ്ന്നതാണെന്നും സൂര്യഭഗവാനാണ് ഏകദൈവം എന്നും പറയുന്ന വിശ്വപ്രസിദ്ധമായ ഒരു തിയറി കണ്ടുപിടിച്ചു. അക്കനാത്തോന്റെ ആ പ്രസിദ്ധമായ തിയറി അദ്ദേഹത്തിന്റെ കാലഘട്ടത്തോടനുബന്ധിച്ച് ജീവിച്ചിരുന്ന മോശ യഹൂദ മതത്തിലേക്ക് കൊണ്ടുപോയി ഏകദൈവ വിശ്വാസം. ആ ഏകദൈവ വിശ്വാസം അവിടുന്ന് പിന്നെ മറ്റു മതങ്ങളിലേക്ക് വ്യാപിപ്പിക്കുകയും എല്ലാ ദൈവസങ്കല്പങ്ങളെയും ഒരു ദൈവത്തിലോട്ട് കൊണ്ടുവന്ന് യോജിപ്പിക്കുന്ന സങ്കല്പത്തിലേക്ക് ലോകത്തിലെ മതങ്ങളെല്ലാം എത്തിച്ചേരുകയും ചെയ്തു. അത് കഴിഞ്ഞ് ക്രിസ്തുമതം വന്നപ്പോൾ തൃത്വത്തിലേക്ക് പോയി. ഇസ്ലാം മതം വന്നപ്പോൾ വീണ്ടും ഓൾ ഇൻ വൺ ഗോഡ് മോണോതെയിസം എന്ന ദൈവസങ്കല്പത്തിലേക്ക് വന്നു. അപ്പൊ ദൈവത്തെ വിളിക്കുന്ന പേരിന്റെ അവിടെയാണ് രസം വളരെ സുന്ദരമായി മനസ്സിലാക്കുക. ആദ്യകാലത്ത് ദൈവത്തിനെ പേരിട്ട് വിളിക്കാൻ അനുവാദമില്ല. മോശ മലമുകളിൽ കയറി എന്ന് ചെല്ലുമ്പോൾ അവിടെ ഒരു മരം ഇങ്ങനെ കത്തിക്കൊണ്ട് നിൽക്കുന്ന പക്ഷെ ചാരമാവുന്നില്ല. അപ്പോൾ മരം കത്തിക്കൊണ്ട് നിൽക്കുന്ന ചാരമാവാത്തപ്പോൾ ഈ അഗ്നിയിൽ ഈശ്വരനുണ്ടെന്ന് മോശയ്ക്ക് മനസ്സിലായി. ക്രിസ്ത്യാനികൾ പറയുന്ന പോലെ മുൾമരം എരിയാതെരുതി നടുവിൽ. അഗ്നിയിൽ ദൈവത്തെ കണ്ട് ദൈവത്തോട് സംസാരിച്ചു. ഹിന്ദുമത ഭാഷ പറഞ്ഞാൽ മോശയ്ക്ക് ദൈവം പ്രത്യക്ഷപ്പെട്ടത് അഗ്നിദേവനായിട്ടാണ്. അഗ്നിദേവനായിട്ട് പ്രത്യക്ഷപ്പെടുമ്പോൾ ഈ അഗ്നിയോട് ദൈവമായ അഗ്നിയോട് ഈ മോശ സംസാരിച്ചു കഴിഞ്ഞ് മോശ ചോദിച്ചു, ദൈവമേ അങ്ങയുടെ പേരെന്തുവാണ്? ദൈവം രക്ഷപ്പെട്ടു. നീ എന്റെ പേര് ചോദിക്കുന്നതാണ്. ഞാനാകും നീ പേരെന്ന് ചോദിച്ചേക്കുന്നത്. അതുകൊണ്ട് തന്നെ യഹൂദന്മാർക്ക് 364 ദിവസവും ദൈവത്തിന്റെ പേര് പറയാൻ പറ്റത്തില്ല. ആ ഒരൊറ്റ ദിവസമേ പറയാൻ പറ്റുള്ളൂ. പെസഹയാണെന്നും മാത്രം യാവേ എന്ന് പറയാൻ പറ്റും. ബാക്കി 364 days you cannot call God. യഹൂദന്മാർ വരുമ്പോൾ അവരുടെ മദ്ബഹായുടെ അകത്ത് ആണ്ടിൽ ഒരു ദിവസം കയറാൻ പറ്റും, 1 day. ബാക്കിയുള്ള കാരണത്താണ് ദൈവം ഇരിക്കുന്നത്. ബാക്കിയുള്ളവർ വന്ന് പ്രാർത്ഥിച്ചിട്ട് പൊക്കോണം എന്നൊരു സിസ്റ്റം അങ്ങോട്ട് ഡെവലപ്പ് ചെയ്തു. ഈ സിസ്റ്റം അങ്ങോട്ട് മാറിക്കഴിഞ്ഞാൽ സനാതനധർമ്മത്തിലേക്ക് എത്തുമ്പോഴേക്കും സനാതനധർമ്മം അത്ഭുതകരമായ കണ്ടുപിടുത്തം നടത്തി. ആ കണ്ടുപിടുത്തം തിയോളജിയുടെ രംഗത്ത് അല്ലെങ്കിൽ മതവിശ്വാസ രംഗത്ത് അത്ഭുതമാണ്. ഹിന്ദുമതത്തിലെ പരമശിവന്റെ ഒരു ക്ഷേത്രത്തിലോട്ട് ഇന്ന് ദേവ പേരെന്തോന്ന് ചോദിച്ചാൽ ശിവ സഹസ്രനാമ സ്തോത്രമാണ്. 1000 പേരാണ്. 12 പേരെന്നല്ല, 1000 names. ത്രൈ സാങ്ക്യം പരമിതം പ്രഭിന്ന പ്രസ്ഥാനങ്ങൾ തുടങ്ങിയാൽ 1000 പരമശിവന്റെ 1000 പേരിഞ്ഞിട്ട് ഇറങ്ങി വരും. അത് ദക്ഷൻ പിന്നീട് പരമശിവൻ കൊന്ന അമ്മായിപ്പന്റെ വായിന്നാണ് ഈ ശിവസഹസ്രനാമ സ്തോത്രം വരുന്നത്. ഇനി ഒരു വിഷ്ണു ക്ഷേത്രത്തിലോട്ട് എന്നിട്ട് ഭഗവാനെ പേരെന്താന്ന് ചോദിച്ചാൽ
വിഷ്ണു സഹസ്രനാമ സ്തോത്രമാണ്. ഭാഗവത്തിനാണ് ഇത് വരുന്നത്. ഭീഷ്മൻ ഇങ്ങനെ ചർച്ചയായി കിടക്കാൻ, അപ്പോഴ് ഭീഷ്മർക്ക് ഉത്തരായനകാലത്തെ മരിക്കാൻ പറ്റും, ദക്ഷിണാകാലത്ത് മരിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഈ ദുര്യോധനൻ ദക്ഷിണാകാലത്ത് യുദ്ധം നടക്കരുത്. സേനാനായകൻ കൊല്ലപ്പെടാൻ പറ്റില്ല, യുദ്ധം തോക്കാൻ പറ്റില്ല. പക്ഷെ ഭഗവാൻ കൃഷ്ണൻ അതിന് വലിയ ബുദ്ധിമാനല്ലേ, ഇദ്ദേഹത്തെ വീഴ്ചിട്ട് യുദ്ധം ജയിച്ചു. അപ്പൊ ഈ ഉത്തരായനം വരുന്നത് വിഷുവിൻ്റെ അന്നാണ്. അദ്ദേഹം വിഷു കാത്ത് കിടക്കാൻ. അപ്പൊ ഭഗവാൻ അറിയാം അദ്ദേഹം വിഷുവിന് മരിക്കുന്നു. രാവിലെ ഭഗവാൻ വന്ന് കണ്ടുടനെ ഭീഷ്മർ പറയാണ്, എന്റെ കൃഷ്ണ, നീ ഭഗവാനാണെന്ന് എനിക്ക്, വിഷ്ണു ഭഗവാനാണെന്ന് എനിക്ക് നേരത്തെ അറിയായിരുന്നു. നീ എന്റെ മരണത്തിന് വേണ്ടി അനുകരിക്കാൻ വന്നില്ലേ എന്ന് പറഞ്ഞ് ഭഗവാൻ കൃഷ്ണന്റെ 1000 പേര് ഇങ്ങനെ ഒറ്റയടിക്കങ്ങ് പോവാണ്. വിഷ്ണു സഹസ്രനാമ സ്തോത്രം ഭാഗവതത്തിലുള്ള രസകരമായ ഭാഗമാണ്. ഭഗവത് സപ്താഹം നടക്കുമ്പോൾ ഒരു ദിവസം ഈ സഹസ്രനാമത്തിന്റെ രഹസ്യം പറഞ്ഞു. ഈ ഒരു ഭഗവതി ക്ഷേത്രത്തിലോട്ട് എന്നിട്ട് ഭഗവതിയെ പേരെന്താന്ന് ചോദിച്ചാൽ ലളിത സഹസ്രനാമ സ്തോത്രമാണ്. ബ്രഹ്മാണ്ഡ പുരാണത്തിന്റെ ഒരു വലിയ ഭാഗമാണ് ഈ ലളിത സഹസ്രം. ഭയങ്കര ബ്രഹ്മാണ്ഡ പുരാണത്തിൽ ലളിത സഹസ്രനാമ 1000 പേര് ഇങ്ങനെ വരും. അപ്പൊ ഈ ദൈവത്തിന് 1000 പേരുണ്ടെന്ന് പറഞ്ഞ് വിളിക്കാൻ ലോകത്തിൽ ഒരു മാത്രം പറ്റിയിട്ടില്ല. മക്കളും അതൊക്കെ 1 3 നിൽക്കും, 3 കൂടുതൽ പോവുകയില്ല. ഇനി ബാക്കിയുള്ള ദൈവസങ്കല്പങ്ങൾ വരുമ്പോൾ ഈ മിത്തോളജിക്കൽ ഫിഗേഴ്സിനെ ദൈവസങ്കല്പമായിട്ട് എടുത്താൽ 300 വരെ വന്നിട്ടുണ്ട്. ചില മതങ്ങൾക്ക് ഗ്രീക്ക് ഗോഡ്സിന്റെ എണ്ണം 300 വരെ വരും. അപ്പോൾ ഈ സഹസ്രനാമം വരുമ്പോൾ ഒരു ഈശ്വരനെ പല ഭാവത്തിൽ കാണാൻ മനുഷ്യൻ പഠിക്കുന്നതാണ്. അപ്പൊ ഈ സഹസ്രനാമം ചൊല്ലി പഠിക്കുമ്പോൾ അത് ചൊല്ലുന്ന ആളിന് ആ ഭക്തിയുടെ ഭാഗമായി ചില ഗുണങ്ങൾ വരും. അതിലേറ്റവും ആദ്യത്തത്, ഒരു കുട്ടിക്ക് സാഹിത്യം പഠിക്കാനുള്ള കഴിവ് ഡെവലപ്പ് ചെയ്യുന്ന സഹസ്രനാമത്തിലാണ്. വേദവ്യാസൻ അദ്ദേഹത്തിന്റെ അതിഗംഭീരമായ ശൈലി ഉപയോഗിച്ചിട്ട് ഈശ്വരനാമത്തിന് 1000 വ്യസനം ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ അദ്ദേഹം അതിനകത്ത് ഈ സാഹിത്യത്തിന്റെ ഗംഭീര ഭാവം കൊണ്ടെടുക്കുകയാണ്. അപ്പൊ ഈ സഹസ്രനാമം ഒരു കുട്ടി 12 വയസ്സിന് ചൊല്ലി പഠിച്ചാൽ ആ കുട്ടിക്ക് ഏത് സാഹിത്യവും, ഇംഗ്ലീഷ് സാഹിത്യമല്ല, ഫ്രഞ്ച് സാഹിത്യമല്ല, ചൈനീസ് സാഹിത്യം, ഏത് സാഹിത്യവും അതിഗംഭീരമായിട്ട് പഠിക്കാൻ പറ്റും. സാഹിത്യം പഠിക്കാൻ പറ്റിയ നല്ല കഴിവാണ്. രണ്ടാമത്തെ വേദവ്യാസൻ അതിനകത്ത് പ്രയോഗിച്ചിരിക്കുന്ന ഗ്രാമറാണ്. അതിഗംഭീരമായ ഗ്രാമർ. അപ്പോ പാണിനിയുടെ അഷ്ടാധ്യായിയിലാണ് നമ്മള് ഈ സാംസ്കൃത് ഗ്രാമറിന്റെ സമാഗ്രഹം. അപ്പൊ ചോംസ്കിയും ബ്ലൂംഫീൽഡും എല്ലാം കൂടെ ഈ ട്രാൻസാക്ഷണൽ ഗ്രാമറെ കണ്ടുപിടിച്ച് അവർ ഗ്രാമറിന്റെ തലത്തപ്പന്മാരാണെന്ന് ഇങ്ങനെ അലങ്കരിച്ചിറക്കുന്ന സമയം, അപ്പോഴാണ് ലിംഗ്വിസ്റ്റിക് കോൺഫറൻസ്, വേൾഡ് ലിംഗ്വിസ്റ്റിക് കോൺഫറൻസ് ലണ്ടനിൽ വെച്ച് സംഘടിപ്പിക്കുന്നത്. അപ്പൊ ഇവിടുന്ന് സംസ്കൃതത്തെ പ്രധാനം ചെയ്തു പോയ ആള് ഈ പാണിനിയുടെ അഷ്ടാധ്യായത്തിന്റെ ഒരു ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ 2 കോപ്പി കൊടുത്തു. ഒരെണ്ണം ചോംസ്കിയും കൊടുത്തു, ഒരെണ്ണം ബ്ലൂംഫീൽഡിനും കൊടുത്തു. ഇവന്മാരോടാണ് കുത്തിയിരുന്നത് വായിച്ചു 2 ദിവസം. അത് കഴിഞ്ഞ് 3-ാം ദിവസം വേൾഡ് ലിംഗ്വിസ്റ്റിക് കോൺഫറൻസ് തുടങ്ങാണ്. അവിടെ വന്ന് ചോംസ്കിയുടെ പ്രസിദ്ധമായ പ്രസംഗമാണ്, പാണിനി അഷ്ടാധ്യായി ഈസ് ദ മോണ്യുമെന്റ് ഓഫ് ഹ്യൂമൻ ഇന്റലിജൻസ് എന്ന് സപ്പോസതയാണ്. ഭൂമിയിലെ മനുഷ്യൻ എത്ര ബുദ്ധിയുണ്ടെന്നുള്ളത് അറിയണമെങ്കിൽ പാണിനി അഷ്ടാധ്യായം വായിച്ചാൽ മതി. ഹ്യൂമൻ ഇന്റലിജൻസിന്റെ ഏറ്റവും വലിയ ഗ്രേറ്റ്നസ് കാണാൻ പറ്റുന്നതാണ്. ട്രാൻസ്നാഷണൽ ഗ്രാമിന്റെ തലത്തോട്ടപ്പനെ അലങ്കരിച്ചാണ് ബ്ലൂംഫീൽഡ് അവിടെ വന്ന് പ്രസംഗിക്കാൻ തുടങ്ങാൻ. അദ്ദേഹം പറഞ്ഞു, whatever we wrote and invented is nothing but footnotes to this great work. പാണിനിയുടെ അഷ്ടാധ്യായത്തിന് അടിക്കുറിപ്പ് മാത്രമേ ഉള്ളൂ, ഞങ്ങൾ കണ്ടുപിടിച്ചല്ല എന്ന് ബ്ലൂംഫീൽഡ് ചൊല്ലിയതാണ്. അപ്പൊ ഈ അഷ്ടാധ്യായിൽ വേദവ്യാസന് ശേഷം 1000 കൊല്ലം കഴിഞ്ഞാണ് അഷ്ടാധ്യായം വരുന്നത്. പക്ഷെ അഷ്ടാധ്യായിലെ ഗ്രാമറിന്റെ ആ പരിപാടി ഗംഭീരമായിട്ട് എടുത്ത് പ്രയോഗിച്ചിരിക്കുകയാണ് ഈ സഹസ്രനാമങ്ങളിൽ. ആ സഹസ്രനാമം ചൊല്ലിപ്പഠിക്കുന്ന കുട്ടിക്ക് ഏത് ഭാഷയുടെ ഗ്രാമറും അതിഗംഭീരമായിട്ട് മനസ്സിലാവും. മൂന്നാമത്തത് മെമ്മറി പവറാണ്. 1000 പേരുകൾ തുടർച്ചയായി ഓർത്തിരിക്കുക എന്ന് പറഞ്ഞാൽ മനുഷ്യന്റെ തലച്ചോറിന്റെ മെമ്മറി മെക്കാനിസം അടിച്ച് പറക്കുന്ന സാധനമാണ് ഈ സഹസ്രനാമം. അപ്പൊ നമ്മുടെ കുട്ടിയുടെ ഡോക്ടർ ആവണമെങ്കിൽ നീറ്റ് പരീക്ഷ കയറി ഇരുന്നാലേ 1 മിനിറ്റ് കൊണ്ട് ചോദ്യത്തിന് ഉത്തരം എഴുതണം. അപ്പൊ ചോദ്യം വായിച്ചെടുക്കാൻ 35 സെക്കൻഡ് പോകും. അത് OMR ഷീറ്റ് കറക്റ്റ് കറപ്പിക്കണമെങ്കിൽ 10 സെക്കൻഡ് പോകും. ചിന്തിക്കാൻ കിട്ടുന്നത് 15 സെക്കൻഡാണ്. 15 സെക്കൻഡ് ഉത്തരം തലച്ചോറ് വന്നില്ലെങ്കിൽ ആ കുട്ടി ഒരിക്കലും ഡോക്ടറല്ല. ആ കുട്ടി ഒരിക്കലും IIT പഠിക്കാൻ പറ്റത്തില്ല. IAS പരീക്ഷ ഇരിക്കണമെങ്കിൽ ആദ്യം പ്രിലിമിനറി പാസ്സാണ്. പ്രിലിമിനറി കയറുമ്പോൾ വീണ്ടും സംഭവം ഇതാണ്, 15 സെക്കൻഡ് കൊണ്ട് തലച്ചോറ് ഉത്തരം ഓർമ്മതിൽ പ്രിലിമിനറി ജയിക്കുകയല്ല. പ്രിലിമിനറി ജയിച്ചിട്ട് പിന്നെ IAS പരീക്ഷയ്ക്ക് ഇരിക്കാൻ പറ്റുകയല്ല. അപ്പൊ കുട്ടികൾക്ക് വലിയ പരീക്ഷകൾ പാസ്സാവാനുള്ള ഈ മെമ്മറി പവർ ഡെവലപ്പ് ചെയ്യാനുള്ള ബെസ്റ്റ് പരിപാടിയാണ് സഹസ്രനാമം. അത് കണ്ടേനെ കൂടെ ചൊല്ലിക്കഴിഞ്ഞാണല്ലോ 1000 പേര് തലച്ചോറ് ഓർത്തിരിക്കാൻ കുട്ടിയുടെ തലച്ചോറ് മാസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഏത് പരീക്ഷ കുട്ടി പാസ്സാകും, യാതൊരു സംശയം. 4ാമത് ഈ സഹസ്രനാമത്തിൽ വരുന്ന ഗംഭീരത എന്ന് പറയുന്നത് അതിന്റെ ശബ്ദ പേടകത്തിനുള്ള ഓപ്പറേഷനാണ്. അപ്പൊ ലോകത്തിലെ മിക്ക ഭാഷകളിലും
2 3 വോവൽസ് സ്വരങ്ങൾ ചേർത്ത വാക്കുകളുണ്ട്. പക്ഷേ 16 സ്വരങ്ങളും ഒരുമിച്ച് പ്രയോഗിക്കുന്ന ഒരൊറ്റ വാക്കേ ഭൂമിയിലുള്ളൂ. ഓംകാര മന്ത്രമാണ്. ആ ഈ അം വരെയുള്ള 16 സ്വരം ഒരുമിച്ച് പ്രയോഗിച്ചെങ്കിലേ ഓംകാര മന്ത്രം ചൊല്ലാൻ പറ്റുള്ളൂ. അപ്പൊ ഈ സഹസ്രനാമങ്ങളുടെ എല്ലാം അഡ്വാൻറ്റേജ് ഓരോ പാരഗ്രാഫ് കൊണ്ട് കഴിഞ്ഞാൽ അടുത്ത പാരഗ്രാഫ് സ്റ്റാർട്ട് ചെയ്യുന്ന ഓംകാര മന്ത്രത്തിലാണ്. എനിക്കത് ചൊല്ലാൻ വലിയ വശമല്ല. ഓം എന്ന് പറഞ്ഞ് നിർത്തണം. 16 സ്വരങ്ങൾ കവർ ചെയ്യും. സഹസ്രനാമം ചൊല്ലിപ്പിടിക്കുന്ന ഒരു കുട്ടിക്ക് അദ്ദേഹത്തിന് ശബ്ദ ഗാംഭീര്യം വരും. ഏത് മൈക്കൂടെ ചെയ്യാനുള്ള ഗാംഭീര്യം വരും. ആ ചൊല്ലിപ്പിടിക്കുന്ന കുട്ടിക്ക് ശബ്ദ സ്ഫുടത ഉണ്ടാവും. ഓരോ വാക്കും ഇൻഫ്ലക്ഷൻ കറക്റ്റ് പ്രയോഗിച്ചെങ്കിൽ, സ്വരം പ്രയോഗിച്ചാലേ ആ വാക്ക് പ്രൊനൗൺസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ആ കുട്ടിക്ക് ശബ്ദ സ്ഫുടത ഉണ്ടാവും. ആ കുട്ടിക്ക് ശബ്ദ മാധുര്യം ഉണ്ടാവും. ഏത് കർണാടക സംഗീതവും കൃത്യമായി പാടാൻ വോക്കൽ കോഡ്സിന്റെ എല്ലാ കോഡ്സിനും എക്സസൈസ് കിട്ടുന്ന ഒരു സംഭവമാണ് ഈ ഓംകാര മന്ത്രം എന്ന് പറയുന്നത്. അപ്പൊ ഈ സഹസ്രനാമം ചൊല്ലിപ്പടിക്കുന്ന കുട്ടിക്ക് അതിലൂടെ കിട്ടുന്ന ഒരു അഡ്വാൻറ്റേജാണ്. മതാചാരത്തിന്റെ ഭാഗമായി ചെയ്യുന്ന ഒരു സംഭവം ഒരു സാധാരണ കുട്ടിയുടെ തലച്ചോറുണ്ടാക്കുന്ന പരിപാടികളാണ് ഞാനീ പറയുന്ന സംഭവം. അത് ഗംഭീരമാണ്. ശബ്ദ മാധുര്യം എന്ന് പറയുന്നത്. 5ാമതായിട്ട് പറ്റുന്ന എന്താണെന്ന് ചോദിച്ചാലേ, ഈ സഹസ്രനാമം അങ്ങോട്ട് ചൊല്ലുമ്പോൾ ആ സഹസ്രനാമത്തിന്റെ ഭാഗമായി നമുക്ക് വളരെ കൃത്യമായി ഒരു കമ്പാരറ്റീവ് അനാലിറ്റിക്കൽ പവർ എന്നൊരു പവർ ഉണ്ടാവും. ഒരു ഡോക്ടർ ആണെങ്കിൽ ഈ കമ്പാരറ്റീവ് അനാലിറ്റിക്കൽ പവർ ഉണ്ട്. ഒരു രോഗി ഒരു സിംറ്റം പറഞ്ഞു, ഒരു രോഗം പറഞ്ഞു, വേറൊരു രോഗി വേറൊരു സിംറ്റം, ഒരു രോഗം പറഞ്ഞു, അതിൻ്റെ സിംറ്റം ഒരു മരുന്ന് കുടിക്കണം, അതിന് സൈഡ് എഫക്ട്സ് ഉണ്ട്, കോൺട്രാഇൻഡിക്കേഷൻസ് ഉണ്ട്, ഇയാൾ ഓൾറെഡി കഴിക്കുന്ന മരുന്നായിട്ട് റിയാക്ട് ചെയ്യുന്നുണ്ടോ, ഇതെല്ലാം കമ്പയർ ചെയ്യാൻ പറ്റുന്ന ഒരാൾക്ക് മാത്രമേ ഒരു ഡോക്ടറാകാൻ പറ്റൂ. ഒരു എഞ്ചിനീയർ ആണെങ്കിൽ പാറപ്പുറത്ത് വീട് വെക്കുന്നതും ജെല്ലടപ്പുറത്ത് വീട് വെക്കുന്നതും മണൽപ്പുറത്ത് വീട് വെക്കുന്നതും ഒരുപോലല്ല, ഡിഫറൻ്റാണ്. ഞങ്ങളെപ്പോലെ IAS ഒക്കെ പാസ്സായി കളക്ടർ SP ഒക്കെ വരുമ്പോൾ ഒരു ജില്ലയിൽ ഞങ്ങളങ്ങോട്ട് ചെല്ലുമ്പോൾ ഒരു 150 ഗ്രാമമുണ്ട്. ഓരോ ഗ്രാമത്തിനും ജനസംഖ്യ എത്ര, അതിൻ്റെ ജോഗ്രഫി എങ്ങനെയാണ്, ഏത് മതക്കാരാണ് കൂടുതൽ, ഏത് ജാതിയാണ് കൂടുതൽ, അവിടെ സ്ഥിരം പ്രശ്നം വല്ലതും ഉണ്ടോ, ട്രാഫിക് ആക്സിഡന്റ് ഉണ്ടാകുന്ന സ്ഥലമാണോ, ഇതെല്ലാം തലച്ചോറ് ഓർത്തിരിക്കാൻ പറ്റാത്തവർക്ക് കളക്ടർ SP ഒന്നും ആവാൻ പറ്റിയില്ല. അപ്പൊ ഈ കഴിവ് ഒരു കുട്ടിയിലേക്ക് വരുന്നത് ഈ സഹസ്രനാമം ചൊല്ലി പഠിക്കുമ്പോഴാണ്. ഭഗവാന്റെ തലയിലോട്ടാണ് നോക്കുന്നതെങ്കിൽ വിഷ്ണു സഹസ്രനാമാണെങ്കിൽ കേശവ, നല്ല തലമുടിയുള്ള ആളെ വിളിക്കും. ഈ ശിവസഹസ്രനാമ സ്തോത്രമാണല്ലോ ഗംഗാധര, തലയിൽ ഗംഗയെ വഹിക്കുന്നവനെ, ചന്ദ്രധാര, തലയിൽ ചന്ദ്രനെ വഹിക്കുന്നവനെ എന്നെ കൊണ്ട് സുന്ദരമായിട്ട് ആ വ്യാഖ്യാനം അങ്ങോട്ട് വരികയാണ്. നമസ്തേ നമസ്തേ ജഗന്നാഥ വിഷ്ണു, നമസ്തേ നമസ്തേ ഗദാചക്രപാണി, കയ്യിൽ ഗദയും ചക്രവും കൊണ്ട് നിൽക്കുന്നവനെ. ലളിത സഹസ്രനാമത്തിലോട്ട് കയറി കഴിഞ്ഞാൽ വീണാ പുസ്തകധാരണി, ഒരു കയ്യിൽ വീണയും മറ്റേ കയ്യിൽ പുസ്തകവും ധരിച്ചുകൊണ്ട് നിൽക്കുന്നവളെ എന്നാണ്. ഈ കമ്പാരിസൺ ഭയങ്കരമാണ്. അപ്പൊ ശിവസഹസ്രനാമത്തിൽ ഒരു പാരഗ്രാഫ് വള്ളത്തോട് മലയാള ഭാഷയിലോട്ട് തർജ്ജമ ചെയ്തു. ലളിത സഹസ്രനാമത്തിലോട്ട് കയറി കഴിഞ്ഞാൽ വീണാ പുസ്തകധാരണി, ഒരു കയ്യിൽ വീണയും മറ്റേ കയ്യിൽ പുസ്തകവും ധരിച്ചുകൊണ്ട് നിൽക്കുന്നവളെ എന്നാണ്. ഈ കമ്പാരിസൺ ഭയങ്കരമാണ്. അപ്പൊ ശിവസഹസ്രനാമത്തിൽ ഒരു പാരഗ്രാഫ് വള്ളത്തോട് മലയാള ഭാഷയിലോട്ട് തർജ്ജമ ചെയ്തു. പൊട്ടവാക്കി കാല വട്ടത്തിരിനായി കാട്ടിൽ ഉൾപ്പൂക്ക് വൈര്യമിട്ട കാട്ടാളനെ കൈതൊഴുന്നേൻ. ശിവസഹസ്രനാമത്തിൽ ഒരു പാരഗ്രാഫ് വള്ളത്തോട് തർജ്ജമ ചെയ്യുന്നതാണ്. ഇത് ആ കവിത പഠിച്ചിട്ട് തലച്ചോറുള്ളത് ഓർത്തിരിക്കണമെങ്കിൽ 16 കാര്യങ്ങൾ ഭഗവാൻ പരമശിവന്റെ ആ ചിത്രം കറക്റ്റ് ഓർമ്മ വരണമെങ്കിൽ 16 കാര്യമായിട്ട് തലച്ചോറ് ഓർക്കണം. ഒരു മതാചാര പ്രകാരം ഉണ്ടാകുന്ന ഒരു പ്രാർത്ഥന, ആ പ്രാർത്ഥനയുടെ ഒരു ഭക്തന് ഒരു കുട്ടിക്ക് ഉണ്ടാക്കുന്ന അത്ഭുതമാണ് ഒരു പ്രാർത്ഥനയിലൂടെ ഡിസൈൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. ലോകത്തിലെ പല പ്രാർത്ഥനകളിലും സുന്ദരമായി ഇത് കാണാൻ പറ്റും. രാത്രി ഞങ്ങൾ സന്ധ്യാപ്രാർത്ഥന ക്രിസ്ത്യാനി അങ്ങോട്ട് തുടങ്ങുന്ന ഒരു പ്രാർത്ഥന 85 വരികളുള്ള ഒരു പ്രാർത്ഥന. 2ാം ക്ലാസ് പഠിക്കുമ്പോൾ ഞങ്ങളത് കാണാൻ പഠിക്കും. പുസ്തകമൊന്നും വേണ്ട, സുന്ദരമായി അത് ഓർത്തിരിക്കാൻ പറ്റും. വിശുദ്ധ കുർബാന കയറിയാൽ 1 മണിക്കൂറാണ് കുർബാന.
ഒരു പുസ്തകം ഇല്ലാതെ ഞങ്ങൾ അച്ഛൻ പറഞ്ഞ ഉടനെ ഞങ്ങൾ റെസ്പോൺസ് ചെയ്യും. 1 കിലോ 1 മണിക്കൂറുള്ള ആരാധന ഞങ്ങൾ തലച്ചോറിനകത്ത് സ്റ്റോർ ചെയ്തിരിക്കുകയാണ്. ഇന്ന ഇത് അച്ഛൻ പറയുമ്പോൾ ഇന്നത് ഞങ്ങൾ പറയണം എന്നുള്ളതാണ്. മുസ്ലിങ്ങൾ അവരുടെ പരിശുദ്ധ ഖുർആൻ എടുത്തിട്ട് 6666 ശ്ലോകമാണ്. ഈ സൂറകളെ ഇങ്ങനെ ഓർത്തുന്നതിന് ശേഷം 2ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി സൂറത്ത് മുഴുവൻ കൊണ്ട് ചൊല്ലുന്നതായിട്ട് നമ്മൾ അമ്പലം തോന്നും. ഞാൻ ഈ ഇസ്ലാമിക പ്രസംഗത്തിന് പോകുമ്പോൾ കൊച്ചുകുട്ടികളൊന്നും ഈ സൂറത്ത് അങ്ങോട്ട് ചൊല്ലും. ഒരു 12 പേജുള്ള ഒരു അധ്യായം, കുട്ടിക്ക് ഒരു പുസ്തകം വേണ്ട, അടിച്ച് പറത്തി കൊണ്ട് പറയുകയാണ്. അപ്പൊ ഇത് ഈ പ്രാർത്ഥനയുടെ പ്രോസസ്സിൽ തന്നെ എല്ലാ മതങ്ങളും ഈശ്വരനെ പ്രാപിക്കുകയാണ്, ഈശ്വരനെ അഡ്രസ് ചെയ്യുന്ന പ്രോസസ്സിലെ എല്ലാ മതവും നമ്മുടെ ആത്മാവും ഈശ്വരനുമായിട്ടുള്ള ബന്ധത്തെ കണക്ട് ചെയ്ത പ്രാർത്ഥന ഡിസൈൻ ചെയ്തിരിക്കുകയാണ്. ഇവിടെയാണ് മതങ്ങളുടെ അത്ഭുതകരമായ ഒരു സാരം എന്ന് പറയുന്നത്. ഇനി 6ാമതായിട്ട് നമ്മൾ ശ്രദ്ധിക്കാനുള്ളത്, മറ്റും പല മതങ്ങളും ആദ്യം ട്രൈബൽ റിലിജിയൻസ് ഉണ്ടായപ്പോൾ അവരൊരു സ്ഥലത്ത് ഈശ്വരൻ ഇരിക്കുകയാണ്, ഈ കല്ലിൽ ഈശ്വരൻ ഇരിക്കുകയാണ്, ഈ മരത്തിൽ ഈശ്വരൻ ഇരിക്കുകയാണെന്നൊക്കെ വിശ്വസിക്കുന്നു. പക്ഷെ അത് കഴിഞ്ഞ മതങ്ങൾ അടുത്ത 2ാമത്തെ സ്റ്റേജിലെത്തിയപ്പോൾ ഈശ്വരൻ സർവ്വവ്യാപിയാണ് എന്ന് കണ്ടെത്തി. 1108 ഉപനിഷത്തുള്ള ഹിന്ദുമതം 1ാമത്തെ ഉപനിഷത്ത് ഈശോവാസ്യ ഉപനിഷത്താണ്. നമ്മൾ തുടങ്ങുന്നത് ഈശോവാസ്യമിതം സർവം, ഗോഡ് ഈസ് എവരിവെയർ എന്ന് പറഞ്ഞു. ക്രിസ്തുമതം പറഞ്ഞു ഗോഡ് ഈസ് എവരിവെയർ. ഇസ്ലാം മതം പറഞ്ഞു സർവ്വവ്യാപിയായ ഈശ്വരൻ. ഇത് വളരെ ശ്രമകരമായി എല്ലാ മതങ്ങളും പതുക്കെ കണ്ടെത്തി. അതായത് ഈശ്വരൻ ഒരു സ്ഥലത്തിരിക്കുന്ന കൺഫൈൻഡ് ആയിട്ടുള്ള ആളല്ല, ഈശ്വരൻ സർവ്വവ്യാപിയാണ്. അതാണ് പ്രഹ്ലാദന്റെ സ്തുതി ഭാഗവതത്തിൽ നമ്മൾ വായിക്കുന്നത്. മണ്ണിലും വെണ്ണിലും തൂണിലും തുരുമ്പിലും ദൈവം ഇരിക്കുന്നു എന്ന് പ്രഹ്ലാദൻ സ്തുതിക്കുന്നതാണ്. അപ്പൊ ഇത് ദൈവത്തിന്റെ ആ പ്രസൻസ്, യൂണിവേഴ്സൽ പ്രസൻസ് കണ്ടെത്തി. അപ്പൊ യൂണിവേഴ്സൽ പ്രസൻസ് കണ്ടെത്തി കഴിഞ്ഞപ്പോൾ മനുഷ്യന്റെ ജീവിതം വളരെ ബുദ്ധിമുട്ടായി. അവനൊരു തെറ്റ് ചെയ്യാനൊരു സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ അവിടെ ഈശ്വരനുണ്ട് എന്ന് മനസ്സിൽ തോന്നിക്കഴിഞ്ഞാൽ അവനെ ക്രൈം ചെയ്യാൻ പറ്റില്ല, വധശിക്ഷ ചെയ്യാൻ പോവാണ്, ബലാത്സംഗം ചെയ്യാൻ പോവാണ്. ഈശ്വരൻ കാണില്ലേ എന്നൊരു ചിന്ത മനസ്സിലുണ്ടെങ്കിൽ അവൻ ബലാത്സംഗം ചെയ്യാൻ പറ്റില്ല, അവൻ കൊലപാതകം ചെയ്യാൻ പറ്റില്ല. അവന് അപ്പോഴേ അകത്ത് ഫീലിംഗ് വരും ഈശ്വരൻ ഇത് കാണുന്നുണ്ടെന്നാണ്. അപ്പൊ ഈശ്വരൻ അമ്പലത്തിനകത്ത് മാത്രം ഇരിക്കുകയാണ്, പള്ളിക്കകത്ത് മാത്രം ഇരിക്കുകയാണെന്ന് മനുഷ്യൻ ധരിച്ചാൽ ഈശ്വരൻ കാണാത്ത സ്ഥലത്ത് പോയി തെറ്റ് ചെയ്യാം. ഇപ്പൊ ശബരിമല വിവാദം ഇങ്ങനെ കത്തി നിൽക്കുകയാണ്. 18ാം പടി കയറി സ്ത്രീകളോട് ചെന്ന് കഴിഞ്ഞ് അയ്യപ്പന്റെ ബ്രഹ്മചാരി മുഴുവൻ പോകും. ഇത് വലിയ മുഖം വെച്ചിട്ടാണ് ഞാൻ ചോദിച്ചു, അയ്യപ്പൻ കാണാത്തൊരു സ്ഥലം നിങ്ങളൊന്ന് കാണിച്ചാന്ന് ചോദിച്ചു. അയ്യപ്പൻ സർവ്വവ്യാപിയാണ്. അയ്യപ്പൻ ഈ ലോകത്തിൽ മുഴുവൻ സ്ത്രീകളെ കാണുന്നുണ്ട്, സ്ത്രീകൾ കുളിക്കുന്ന അയ്യപ്പൻ കാണുന്നുണ്ട്. കാര്യം കുളിമുറിക്കകത്തും ദൈവം ഉണ്ടല്ലോ, ദൈവം ഇല്ലാത്ത സ്ഥലമാണ് കുളിമുറി. കക്കൂസിനകത്തും ദൈവം കാണുന്നുണ്ട്. അപ്പൊ 18ാം പടി കയറി ചെന്ന് 100 മീറ്ററേ ഉള്ളൂ അയ്യപ്പന്റെ ദൃഷ്ടി. 100 മീറ്റർ അല്ല. അയ്യപ്പൻ സർവ്വവ്യാപിയാണ്, ലോകത്തിൽ മുഴുവൻ സ്ത്രീകളും കുളിക്കുന്ന കാണുന്ന ആളാണ് അയ്യപ്പൻ. അപ്പൊ അയ്യപ്പനെ നിങ്ങളിങ്ങനെ ചെറുതാക്കണമെന്ന് പറഞ്ഞു. അപ്പൊ അയാൾക്ക് ദേഷ്യം വന്നു. കുറച്ച് കഴിഞ്ഞാൽ പറഞ്ഞു, സാർ പറഞ്ഞത് ഒരു കഥയുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ദൈവം സർവ്വവ്യാപമെന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ള അർത്ഥരഹിതമായ ആരോപണങ്ങൾ ഉണ്ടാവില്ല. ഇത് മതങ്ങൾ ഒരു 3000 കൊല്ലത്തിനും കണ്ടുപിടിച്ച ദൈവം സർവ്വവ്യാപിയാണെന്നുള്ള വലിയ തത്വം. സർവ്വവ്യാപി ആയതോടുകൂടി നമുക്ക് ഈശ്വരനെ കാണാതൊന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ. ഇതൊരു വലിയ ഡെവലപ്മെന്റാണ്, വലിയൊരു ഡെവലപ്മെന്റാണ്. 7ാമതായിട്ട് പറ്റിയെന്നു വെച്ചാൽ മോശ ദൈവത്തെ കണ്ടു. അപ്പോ മോശയ്ക്ക് ദൈവം ഒരു 10 കൽപ്പന കൊടുത്തു. അതിൽ 1ാം കൽപ്പന, ഞാൻ നിന്റെ ദൈവമാകുന്നു, ഞാനല്ലാതെ അന്യദൈവങ്ങൾ നിനക്ക് ഉണ്ടാകും. 10 കൽപ്പന വളരെ ശ്രദ്ധേയമാണ്. അപ്പോ ക്രിസോസ്റ്റം തിരുമേനി 102 വയസ്സിൽ ജീവിച്ചിരുന്ന ഫലിത പ്രിയനായ തിരുമേനി പള്ളിക്കാതെ അമ്മയെ കണ്ടു. അപ്പൊ അമ്മ ഈ സർവ്വവ്യാപിയായ ദൈവത്തിന്റെ ഒരു ഗുണമുള്ള ആളാണ്. ഏത് മനുഷ്യനെ കെട്ടാലും കെട്ടി അങ്ങനെ പിടിക്കാം. അപ്പൊ ഈ തിരുമേനിയെ അമ്മ കെട്ടിപ്പിടിക്കുന്നത് പിറ്റേ ദിവസം ടെലിവിഷനും പത്രത്തിലൊക്കെ വന്നു. ഭയങ്കര ഞങ്ങളുടെ ക്രിസ്ത്യാനികൾ തിരുമേനിയോട് വഴക്കുണ്ടാക്കാൻ പോയി. തിരുമേനി എന്ത് പണിയാൻ കാണിച്ചാൽ ഞാനല്ലാതെ അന്യ ദൈവം ഉണ്ടെന്ന് 10 കൽപ്പന വിശ്വസിക്കുന്ന തിരുമേനി പോയി അമ്മയെ കെട്ടിപ്പിടിക്കുന്നത് എങ്ങനെയാണ്? അപ്പൊ തിരുമേനി ചോദിച്ചു, അപ്പൊ വേറെ ദൈവം ഉണ്ടോ? നമ്മുടെ ദൈവം അല്ലാതെ വേറെ ദൈവം ഉണ്ടോ ഇവിടെ? അപ്പൊ ഈ അച്ഛനായി ചോദിക്കുന്നു. അച്ഛനെ അപ്പോഴേ അമ്പരം നോക്കി. കാര്യം ഒന്നില്ലാതെ ദൈവം സംഭവിച്ചെങ്കിലല്ലേ അന്യ ദൈവത്തെ ആരോപണം അമ്മയെ കെട്ടിപ്പിടിച്ച് കുറ്റം പറയാൻ പറ്റും. അപ്പൊ ഒരു ദൈവം വിശ്വസിച്ച് ക്രിസ്ത്യാനി അന്യ ദൈവം ഉണ്ടെന്ന് പറഞ്ഞാലല്ലേ ഈ ആരോപണം നിൽക്കുള്ളൂ. അച്ഛൻ അപ്പോഴേ സ്ഥലം വിട്ടു. കാരണം ക്രിസ്തുവിന് വേണ്ടി ചോദ്യത്തിന് ഉത്തരവില്ല. കാരണം
എല്ലാ മതങ്ങളും വിശ്വസിക്കുന്ന ഈശ്വരൻ ഒന്ന് തന്നെയാണെന്ന് മനുഷ്യൻ കണ്ടെത്തുന്നത് ഈ വലിയ അത്ഭുതത്തിലാണ്. ഗോഡ് ഈസ് എവരിവെയർ, ഗോഡ് ഈസ് യൂണിവേഴ്സൽ. അങ്ങനെ എല്ലാവരും വിളിക്കുന്ന പേര്, മതം ഉണ്ടായ രാജ്യത്തെ ഭാഷയിൽ ദൈവത്തെ വിളിക്കാം. അത് ഇവിടെ കൃഷ്ണ എന്ന് വിളിക്കും, ക്രിസ്ത്യാനികൾ യേശു എന്ന് വിളിക്കും, മുസ്ലിങ്ങൾ അല്ലാഹ് എന്ന് വിളിക്കും. ഇതെല്ലാം പ്രപഞ്ചത്തെ കൺട്രോൾ ചെയ്യുന്ന ഒരൊറ്റ ഈശ്വരനോട് ആ ഈശ്വരൻ ആണ് എന്ന് മനുഷ്യൻ കണ്ടെത്തി. അപ്പൊ യഹൂദന്മാരുടെ വിശ്വാസം പോലെ ദൈവം ഞങ്ങളുടെ പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ്, ഓരോരുത്തരോട് അവകാശമില്ല, ഞങ്ങളുടെ ദൈവം അങ്ങ് ദത്തെടുത്തിരിക്കുകയാണ്, ബാക്കിയുള്ള അന്യരാണെന്നുള്ള സങ്കല്പമുണ്ടല്ലോ. അത് മാറി ദൈവത്തിന്റെ യൂണിവേഴ്സലൈസേഷൻ കണ്ടെത്തി. അപ്പോഴും മനുഷ്യനും ദൈവവും തമ്മിലൊരു അകൽച്ച മതങ്ങളിൽ ഉണ്ടായിരുന്നു. ആദ്യഘട്ടത്തിൽ മതങ്ങൾ പറഞ്ഞു ഈശ്വരനങ്ങ് ആകാശം മേഘങ്ങളുടെ അപ്പുറത്ത് എവിടെയോ ഒരു സ്വർഗത്തിലാണ് ഇരിക്കുന്നത്, മനുഷ്യരിങ്ങനെ ഭൂമിയിൽ ഇങ്ങനെ കറങ്ങി നടക്കാൻ ദൈവത്തോട് കമ്പ്യൂട്ടർ വെച്ചിരിക്കുകയാണ്. ഓരോരുത്തരെന്നുള്ള നന്മയുന്നു തിന്മയുന്നു, ഇവനെ ശിക്ഷിക്കുക, IPC അനുസരിച്ച് ഇവൻ അത്ര കൊടുക്കേണ്ടത്, മറ്റവൻ അത്ര കൊടുക്കേണ്ടത്, ഇതാണ് ദൈവത്തിന്റെ പണി എന്ന് പലരും വിശ്വസിക്കുന്നു. പക്ഷേ ഈ വിശ്വാസത്തിന് അപ്പുറത്തായി വളരെ കൃത്യമായി സനാതന ധർമ്മം അതിന്റെ മറുവശം ലോകത്തെ പഠിപ്പിച്ചു. സനാതന ധർമ്മം പറഞ്ഞു ഈശ്വരനും മനുഷ്യനും രണ്ടായി രണ്ടെടുത്തിരിക്കുകയല്ല, ഈശ്വരൻ മനുഷ്യന്റെ ഉള്ളിലിരിക്കുന്ന, നമ്മുടെ ആത്മാവിലിരിക്കുന്നത് ഈശ്വരനാണ്. നമ്മുടെ ഉള്ളിൽ ഈശ്വരൻ ഇരിക്കുന്നു എന്ന് പറയുന്ന സനാതന പുല്യ തത്വം അത് ക്രിസ്തുമതം സ്വീകരിച്ചു. യേശു ക്രിസ്തു പറഞ്ഞു ഞാൻ നിന്നിലും നീ എന്നിലും വസിക്കും. സംഗതി സനാതനമാണ്. കൃത്യമായിട്ട് യേശു ക്രിസ്തു പറയുക. യേശു ക്രിസ്തു ഭഗവത്ഗീതയിൽ നിന്ന് 12 ഉദ്ധരണി പറയുന്നുണ്ട്. പള്ളിയിൽ പോയി എനിക്ക് പറഞ്ഞതിനെ തല്ലാമെന്ന് എല്ലാവരുടെ കൂടി. ഭഗവത്ഗീതയിൽ ഭഗവാൻ കൃഷ്ണൻ പറയുന്ന 12 സെന്റൻസ് യേശു ക്രിസ്തു അതുപോലെ എടുത്ത് മലമുള്ള പ്രസംഗത്തിൽ ഉദ്ധരിക്കാൻ. ഗോഡ് ഈസ് ലവ് എന്ന് യേശു ക്രിസ്തു പറയുന്നു. യേശു ക്രിസ്തു എവിടെ നിന്ന് കിട്ടി? സനാതനധർമ്മത്തിലെ പ്രസിദ്ധമായ ഉപനിഷത്തിലാണ് സ ഈശ്വര അനിർവചനീയ പ്രേമസ്വരൂപ. ഈശ്വരന്റെ രൂപം പ്രേമമാണ്. സ ഈശ്വര അനിർവചനീയ പ്രേമസ്വരൂപം. ഇതന്നെ യേശു ക്രിസ്തു ഇംഗ്ലീഷ് ഭാഷയിൽ നമ്മൾ കേൾക്കുന്ന ഗോഡ് ഈസ് ലവ് എന്ന് പറയുന്നു. നിങ്ങളെല്ലാം വിട്ടിട്ട് എന്നെ സ്വീകരിക്കണം എന്ന് യേശു ക്രിസ്തു പറയാൻ. ഇത് ഭഗവത്ഗീതയാണ്. സർവധർമാൻ പരിത്യജ്യം മാമേകം സർവം തജ അംഭത്വം സർവപാപഭ്യോ മോക്ഷമീശാമിനസി. ഇതാണ് യേശു ക്രിസ്തു ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത്. നിങ്ങൾ എല്ലാത്തിലൂടെ ഈശ്വരനെ ദൈവത്തെ സ്നേഹിക്കണം. ഇത് തന്നെയാണ് ഇവിടെ വന്നിരിക്കുന്നത്. എന്താണ്? ന ധനം ന ജനം ന സുന്ദരി കവിതാംബ കാമലേശ കാമയെ മമ ജന്മനീശ്വരെ ഭൗതാത്മകരഹിത. ഇതെന്ന് പറയുന്നത് തന്നെയാണ് യേശു ക്രിസ്തു അങ്ങോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത്. അപ്പം ഈ ഭഗവത്ഗീതയിൽ നിന്ന് 12 കൊട്ടേഷനാണ് യേശു ക്രിസ്തു പറയുന്നത്. യേശു ക്രിസ്തു മുടിയനാവത്തിന്റെ കഥ പറയാണ്. മുടിയനാവത്തിന്റെ കഥ എവിടെയാണ്? ബുദ്ധ ഭഗവാൻ നാഗ്പൂർ ചെയ്ത പ്രസംഗമാണ് മുടിയനാവത്തിന്റെ കഥ. ലാസ്റ്റ് സെന്റൻസ് മാത്രം യേശു ക്രിസ്തു മാറ്റി. ബുദ്ധന്റെ കഥയ്ക്കകത്ത് ഈ മോനോട് പന്ത പറഞ്ഞു, എടാ നീ ഈ പരുവത്തിന് വന്നാലേ എൻ്റെ കുടുംബത്തിന് നാണക്കേടാണ്, നേരം വിളിക്കുന്നത് നീ പൊക്കണം, ഞാൻ മോനെ സ്വർണ്ണാനന്ദനാണ്, അതുകൊണ്ട് നീ പോയി രക്ഷപ്പെട്ടോളം പറഞ്ഞു. അങ്ങനെ മോനെ രക്ഷപ്പെടുത്തി ബുദ്ധന്റെ കഥയിൽ. ഈ ലാസ്റ്റ് സെന്റൻസ് യേശു ക്രിസ്തു വെട്ടി മാറ്റിയിട്ട് അപ്പനും ചേഷനും കൂടി ഇതിനെ സ്വീകരിച്ച കഥയാണ് യേശു ക്രിസ്തു പറയുന്ന കഥ. പക്ഷെ 99% സ്റ്റോറീസ് സെയിം ബുദ്ധഭഗവാന്റെ അങ്ങോട്ട് എടുക്കാൻ. ബുദ്ധഭഗവാന്റെ ത്രിപടകത്തിൽ നിന്ന് 22 കൊട്ടേഷൻ ഉണ്ട് യേശു ക്രിസ്തുവിന്റെ പ്രസംഗത്തിൽ. നമ്മളത് പഠിക്കുമ്പോഴാണ് മനസ്സിലാവുന്നത്. അപ്പൊ എക്സ്ക്ലൂസിവിറ്റി ഒരു മതത്തിലില്ല, എല്ലാ മതങ്ങളും അങ്ങോട്ട് നമ്മൾ സ്വീകരിച്ചു. അതിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് ഈശ്വരൻ നമ്മളിൽ വസിക്കുന്നു എന്ന് പറയുന്ന അത്ഭുതം. സനാതനമാണ് അതിന്റെ തുടക്കം. അത് മറ്റു മതങ്ങളിലോട്ട് സ്പ്രെഡ് ചെയ്യുന്നു. അവിടെയാണ് വിശുദ്ധ കുർബാന സ്വീകരിക്കുമ്പോൾ ദൈവം നമ്മുടെ ഉള്ളിലേക്ക് വരുന്നു എന്ന് ക്രിസ്ത്യാനി വിശ്വസിക്കുന്ന വിശ്വാസം. ഈ വലിയ വിശ്വാസം വളരെ ശ്രദ്ധേയമായിട്ട് നമ്മളെ മനസ്സിലാക്കാൻ കബീർ അദ്ദേഹത്തിന്റെ പ്രസിദ്ധമായ ദോഹയിലാണ് സരസമായി നമ്മളെ സനാതനമോ കബീർ വ്യാഖ്യാനിക്കാൻ. തേരാ സായി തുജിമയും ജോ പുഹുപ്പനമേയും ബാസ് കസ്തൂരി കാ മൃഗജോ ഫിർബുരുണ്ടേ ഖാസ്. മനുഷ്യ തേരാ സായി തുജിമയും ഈശ്വരന്റെ ഉള്ളിൽ ഇരിപ്പുണ്ട്. എങ്ങനെ? ജോ പുഹുപ്പനമേയും ബാസ്, പുഷ്പത്തിൽ സുഗന്ധം ഇരിക്കുന്ന പോലെ നിന്റെ ഉള്ളിൽ ഈശ്വരൻ ഇരിക്കാൻ. ഈ പുഷ്പത്തിനകത്ത് സുഗന്ധം ഇരിക്കുന്നത് ഭഗവാൻ കൃഷ്ണ പറയുന്ന ഭാഗവതി പറയുന്ന ഭാഗമാണ് ഇദ്ദേഹം ഇവിടെ ഉദ്ധരിക്കുന്നത്, കബീർ ഉദ്ധരിക്കുന്നത്. അപ്പൊ ഈശ്വരൻ നിന്റെ ഉള്ളിൽ തന്നെ ഇരിക്കാൻ പുഷ്പത്തിൽ സുഗന്ധം ഇരിക്കുന്ന പോലെ. കസ്തൂരിക്കാൻ നമുക്ക് കബീർ നമ്മളെ കളിയാക്കാണ്. കസ്തൂരിമാരുടെ ശരീരത്തിന്റെ പുറകുസ്ഥാനിൽ കസ്തൂരി ഗ്രന്ഥി. അവിടുന്ന് ഒരു തുള്ളി കസ്തൂരി പുറത്തു വരുമ്പോൾ ഇവൻ ഓട്ടം പിടിക്കും. ഈ മണം എവിടുന്നാണ് വരുന്നതെന്ന് അറിയാൻ വേണ്ടി കസ്തൂരിമാൻ ഓട്ടം പിടിക്കും. മഴയെല്ലാം കയറി കയറി താഴെ ഇയാൾ കുഴപ്പമോ ഒന്ന് ഇരിക്കുമ്പോൾ ഈ കസ്തൂരി ഗ്രന്ഥിയുടെ ആ മസിലാണ് പ്രസ് കിട്ടുന്നത്. അപ്പോൾ ഒരു തുള്ളി കസ്തൂരി പിന്നെയും കലവൻ ഓട്ടം.
അവ കവി കേൾക്കുന്ന തന്റെ ശരീരത്തിൽ നിന്ന് വന്ന കസ്തൂരിയെ തപ്പി കളമാൻ കിടന്ന് പുൽമേടിൽ നിന്ന് ഓടുന്നവരെ നീ ഇന്ദ്രണാ വെട്ടി നിന്റെ ഉള്ളിലേക്ക് ഈശ്വരനെ തപ്പി ലോകം മുഴുവൻ പോന്നേനെ. അപ്പൊ ഇന്ത്യയിലെ സനാതനം ഉണ്ടാക്കിയ പ്രിൻസിപ്പിള് ക്രിസ്തു മുതൽ വന്നു മറ്റു മതങ്ങളിലേക്ക് വ്യാപരിച്ചു. ഇപ്പൊ ലോകത്തിൽ എല്ലാവരും സമ്മതിക്കുന്നു ഈശ്വരൻ നമ്മുടെ ഉള്ളിൽ ഉണ്ട് എന്ന് സമ്മതിക്കാൻ. പക്ഷെ ഹിന്ദുമതം അതിന്റെ ഒരു പടി അപ്പുറത്ത് പോയി. അത് ലോകത്തിലൊരാളും പോയില്ല. അതെന്താന്ന് ചോദിച്ചാല് ഈശ്വരൻ ഇങ്ങനെ സ്വർഗത്തിൽ ഇരിക്കുന്നു, മനുഷ്യൻ ഭൂമിയിൽ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നു. അതല്ല സനാതനം പറഞ്ഞത്. സനാതനം പറഞ്ഞത് അദ്വൈതം എന്ന ഋഗ്വേദത്തിൽ തുടങ്ങിയ അദ്വൈത സിദ്ധാന്തം വേദവ്യാസനത് ഭംഗിയായി മഹാഭാരതത്തിൽ വ്യാഖ്യാനിച്ചു. അത് ഭംഗിയായി മലയാളിയായി ജനിച്ചതിൽ ഏറ്റവും മഹാനായ മനുഷ്യൻ ശങ്കരാചാര്യർ അദ്വൈത സിദ്ധാന്തം ഡ്രാഫ്റ്റ് ചെയ്ത് വ്യക്തമായിട്ട് വ്യാഖ്യാനിച്ചു. അത് 1000 വർഷം കഴിഞ്ഞപ്പോൾ മഹാനായ ശ്രീനാരായണ ഗുരുദേവൻ അദ്ദേഹത്തിന്റെ പ്രസിദ്ധമായ ഗ്രന്ഥത്തിലൂടെ ആ അദ്വൈത സിദ്ധാന്തത്തെ കൃത്യമായി വ്യാഖ്യാനിച്ചെടുത്തിട്ട് അദ്ദേഹം പറഞ്ഞു ഈശ്വരനും മനുഷ്യനും ഒന്നാണ്, അദ്വൈതം. പരമാത്മാവ് ഈശ്വരനിൽ നിന്ന് ഒരു ഭാഗം നമ്മുടെ ജീവാത്മാവ് നമ്മുടെ ശരീരത്തിലേക്ക് വരും. പക്ഷെ നമ്മളുടെ ഉള്ളിലിരിക്കുന്ന ജീവാത്മാവ് പരമാത്മാവിൽ ലയിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുക. അതൊരു ജന്മം കൊണ്ട് പറ്റിയില്ലെങ്കിൽ അടുത്ത ജന്മം കൊണ്ട് പറ്റിയില്ലെങ്കിൽ ഇങ്ങനെ പോയിട്ട് അവസാനം ഈ ജീവാത്മാവ് പരമാത്മാവിൽ ലയിക്കും. ഇത് അത്ഭുതകരമായ ഒരു തിയറിയാണ്. മറ്റു മതങ്ങൾക്ക് ആദ്യം ചിന്തിക്കാൻ പറ്റാത്തൊരു തിയറിയാണ്. അപ്പൊ ഈ വലിയ തിയറി ഒരു വലിയ വ്യത്യാസം. ഇപ്പൊ ക്രിസ്തു മതം, യഹൂദ മതം, ഇസ്ലാം മതം ഉൾപ്പെട്ട സെമിറ്റിക് മതങ്ങളിൽ ഒരു 70 ദിവസം നമ്മൾ ജീവിച്ചിരുന്നു. പുണ്യ സർപ്ലസ് ആണെങ്കിൽ പെർമനന്റ് സ്വർഗം, മില്യൺസ് ഓഫ് ഇയേഴ്സ് സ്വർഗം. എന്തെങ്കിലും ഗ്രഹപ്പഴയ്ക്ക് 70 വർഷം കൊണ്ട് പാപം സർപ്ലസ് ആയി പോയെങ്കിൽ മില്യൺസ് ഓഫ് ഇയേഴ്സ് നരകം. ഇത് ഇച്ചിരി കട്ടിയാണ്. ഞാൻ ജയിൽ DGP ആയിരുന്നു. കൊന്നിട്ട് വന്നാൽ പോലും 14 കൊല്ലം കഴിഞ്ഞ് ഇറങ്ങിപ്പോരാം. ആ സ്ഥലത്ത് 70 കൊല്ലത്തെ ഗുണനന്മയ്ക്ക് വേണ്ടി മില്യൺസ് ഓഫ് ഇയേഴ്സ് നരകത്തിൽ പിടിച്ചിട്ടാവും. ഇതൊരു കഷ്ടമാണ്. ഹിന്ദുമതം പറഞ്ഞു there is nothing called permanent hell. നിത്യ നരകുന്ന സ്ഥാനം ഇല്ല. നമ്മൾ ഒരു ജന്മം കൊണ്ട് പുണ്യം കൂടുതലാണെങ്കിൽ സ്മൃതി പോകും. പിന്നെ പാപം കൂടുതലാണ് ടെമ്പററിയെ നരകത്തിൽ പിടിച്ചിട്ട് പുനർജന്മം തരും. ആ പുനർജന്മം തന്നിട്ട് ആ പുനർജന്മത്തിലൂടെ നമുക്ക് ശ്രദ്ധിപ്പാൻ ഫസ്റ്റ് ചാൻസ് ഒന്നും രക്ഷപ്പെടില്ല, സെക്കൻഡ് ചാൻസ് അതിന് രക്ഷപ്പെടില്ല, തേർഡ് ചാൻസ് ഒന്നും രക്ഷപ്പെടില്ല, ഫോർത്ത് ചാൻസ് ഒന്നും രക്ഷപ്പെടില്ല. ദൈവം ഭയങ്കര ലിബറല. കേരള യൂണിവേഴ്സിറ്റി ഡിഗ്രിക്ക് പഠിക്കാൻ പോയ ഫസ്റ്റ് ചാൻസ്, സെക്കൻഡ് ചാൻസ്, തേർഡ് ചാൻസ്. പിന്നെ പരീക്ഷ പറ്റിയില്ല. വൈസ് ചാൻസലർ എന്ന ഒരു ഗ്രീസ് ചാൻസ് ആണെന്നുണ്ടെന്ന് തോന്നുന്നു. അതിനോട് പറ്റിയില്ല. മഹാരാഷ്ട്രയിൽ പോയി എഞ്ചിനീയറിംഗ് പഠിച്ചാൽ 3 സപ്ലൈ കഴിഞ്ഞാൽ പിന്നെ അൺഫിറ്റ് ഫോർ ടെക്നിക്കൽ എഡ്യൂക്കേഷൻ അടിച്ച് നമ്മൾ സർട്ടിഫിക്കറ്റ് തിരിച്ചു വിടും. പഠിക്കാൻ പറ്റില്ല, എഞ്ചിനീയറിംഗ് പഠിക്കാൻ പറ്റില്ല മഹാരാഷ്ട്രയിൽ. പക്ഷെ ഹിന്ദുക്കളുടെ ദൈവം ഫസ്റ്റ് ചാൻസ്, സെക്കൻഡ് ചാൻസ്, തേർഡ് ചാൻസ്, ഫോർത്ത് ചാൻസ്, ഫിഫ്ത്ത് ചാൻസ്, സിക്സ്ത് ചാൻസ്. അൾട്ടിമേറ്റ്ലി മനുഷ്യനെ രക്ഷപ്പെടുത്തിയിരിക്കുക. അതാണ് ഹിന്ദു മതത്തിന്റെ ഗുണം. ദർ ഇസ് നത്തിങ് കോൾഡ് പെർമനന്റ് ഹെൽ. ഹെല്ലില്ല. സനാതനത്തിൽ മറ്റു മതങ്ങൾ പതുക്കെ ഇത് സ്വീകരിക്കാൻ തുടങ്ങി. അതായത് പെർമനന്റ് ഡിസ്ട്രക്ഷൻ ഇല്ല. അൾട്ടിമേറ്റ്ലി ഗോഡ് വിൽ സേവ് ഓൾ. പക്ഷെ ഈശ്വരനും മനുഷ്യനും ഒന്നാണ്. നമ്മുടെ ആത്മബോധം ഈശ്വരന്റെ സങ്കല്പത്തിൽ വ്യത്യസ്തമാണെന്ന് മതങ്ങൾ ആദ്യം പറഞ്ഞതിനെ സനാതനവും തിരുത്തി. ഗോഡ് ആൻഡ് മാൻ ആർ ദ സെയിം. അദ്വൈതമാണ്. രണ്ടല്ല, ഒന്നാണ്. ഇത് അത്ഭുതകരമായ ഒരു കണ്ടുപിടുത്താണ്. അത്ഭുതകരമായ കണ്ടുപിടുത്തം. അടുത്ത സ്റ്റേജിലോട്ട് പോകുമ്പോൾ ഹിന്ദുമതം വേറൊരു ഇന്നോവേഷൻ നടത്തി. അത് മറ്റു മതങ്ങൾക്ക് എടുക്കാൻ വെച്ച് താമസമുണ്ടായി. അതെന്താണെന്ന് വെച്ചാൽ മറ്റു മതങ്ങൾ പറഞ്ഞു ദൈവം സന്തോഷിക്കണമെങ്കിൽ ബലി അർപ്പിക്കണം. ആദ്യം മനുഷ്യരെ തന്നെ ബലി അർപ്പിക്കാൻ ചെയ്തുകൊണ്ടിരുന്നു. അപ്പോൾ ദൈവത്തിന് സന്തോഷിക്കാൻ വേണ്ടി അബ്രഹാമിനോട് ദൈവം പറഞ്ഞു നിന്റെ മോനെ ഞാൻ കൊന്നിട്ട് വളർത്തുന്നു. അബ്രഹാം കൊല്ലാൻ പോയപ്പോൾ ദൈവത്തോട് കൊല്ലണ്ട, ആടിനെ കൊന്നോളാം. അങ്ങനെയാണ് ഈ മട്ടൻ ബിരിയാണി കൊല്ലുന്ന പരിപാടി. ആടിനെ കൊന്നിട്ട് ദൈവത്തെ സന്തോഷിപ്പിക്കാൻ തുടങ്ങി. അപ്പോൾ ഈ യൂറോപ്പ് എന്ന ഭൂഖണ്ഡത്തിന് പേര് വരാൻ കാരണം യൂറോപ്പ എന്നൊരു സ്ത്രീയാണ്. അപ്പൊ ഈ യൂറോപ്പ ഇങ്ങനെ റോട്ടിൽ കൂടെ നടന്നു പോകുമായിരുന്നു. അപ്പൊ ആകാശത്ത് ദൈവങ്ങളുടെ രാജാവുണ്ടായിരുന്നു ജൂപ്പിറ്റർ. അയാൾ ഇങ്ങനെ പോകുമായിരുന്നു. സുന്ദരിയായ പെണ്ണെ കണ്ടപ്പോൾ അയാൾ പെട്ടെന്ന് ലാൻഡ് ചെയ്ത് യൂറോപ്പായി തട്ടിക്കൂട്ടി ബലാത്സംഗം ചെയ്തു. അവളുടെ പേരിലാണ് യൂറോപ്പ് എന്ന ഭൂഖണ്ഡത്തിന്റെ പേര്. ഞാൻ ഈ സാഹിബ്മാരെ കാണാൻ ചോദിക്കും, നിനക്ക് വേറെ ഒരു പേരും കിട്ടിയില്ല. ഈ ബലാത്സംഗം ചെയ്ത പെണ്ണിന്റെ പേര് മാത്രമേ നിനക്ക് ഈ ഭൂഖണ്ഡത്തിന് ഇടാൻ കിട്ടിയുള്ളൂ ചോദിക്കും. സാഹിബിനും ചിരിക്കും. സാഹിബിനെ വലുതാൻ നോക്കിയായിട്ട് മനസ്സിലാവും. ഇലിയഡ് എന്ന് പറഞ്ഞ പ്രസിദ്ധമായ പുസ്തകം പറഞ്ഞ ഹോമർ പെണ്ണിനെ തിരക്കൊണ്ട് പോയി പ്രേമിച്ച്
റാപ്പയുടെ പെണ്ണിനെ കൊണ്ടുവരാൻ വേണ്ടി പോവാ. 1000 കപ്പലോളം സൈന്യത്തിന് നീങ്ങാൻ വയ്യ. പുരോഹിതൻ നിന്ന് പറഞ്ഞു, 13 വയസ്സിൽ താഴെ പെൺകുട്ടിയെ ബലി കഴിച്ചാൽ മാത്രം യുദ്ധം ജയിക്കാൻ പറ്റും. ആഗമനോട് പ്രഖ്യാപിച്ചു, 13 വയസ്സ് താഴെ പെൺകുട്ടിയെ തന്നാൽ ഞാൻ 1000 സ്വർണ്ണ നാണയം തരാം, 1000 coins. ഇപ്പോഴത്തെ സ്വർണ്ണത്തിന്റെ വില വെച്ചിട്ട് 4 കോടി രൂപയായിട്ടുണ്ട്. 4 കോടി രൂപ ഒറ്റ എടുത്താൽ മക്കളെ കൊടുത്തില്ല. ആഗമനോട് രാത്രി വീട്ടിൽ വന്നു. അയാളുടെ മൂത്ത മോക്ക് ഹൈഡ്ര അല്ലെങ്കിൽ ഫിജിനേക്ക് 13 വയസ്സാണ്. അവളെ പിടിച്ചങ്ങനെ പോയി ക്ഷേത്രത്തിൽ കൊണ്ട് തല ബലി കഴിപ്പിച്ചു. സൈന്യം പോയി ഹെലന ട്രോയിയെ രക്ഷപ്പെടുത്തിക്കൊണ്ട് തിരിച്ചു വന്നു. അതാണ് ക്രിസ്റ്റഫർ മാർലോ അദ്ദേഹത്തിന്റെ ഡോക്ടർ ഫാസിസ് നാടകത്തിൽ പറയുന്നത്. മെഫിസ്റ്റോഫെലിസിനോട് പറഞ്ഞു, ഹെലന ട്രോയെ പിടിച്ചോണ്ടിരാണ് നാടകത്തിന് സ്വർഗത്തിൽ നിന്ന് പിടിച്ചോണ്ടത്. ഹെലന ട്രോയെ കണ്ടിട്ട് ഈ ഡോക്ടർ പോസ്റ്റ് വയ്ക്കുകയാണ്. ഈസ് ദിസ് ദ ഫേസ് ദാറ്റ് ലോഞ്ച്ഡ് 1000 ships which burned the topless towers of Ilium? തിരിച്ചു വന്നതിന് അന്ന് രാത്രി ക്ലിറ്റനസ്ര ഭാര്യ ആഗമനോടെ കൊന്നു. വേറെ അപീത വെച്ചുണ്ടെന്നാ പറയുന്നത്. പക്ഷെ മോളെ കൊന്നതിനെ കൊല്ലുന്നതാണ് അവളുടെ ന്യായം. അമേരിക്കയിൽ ചിച്ചൻ ഇറ്റ്സ എന്ന് പറഞ്ഞ വലിയൊരു സ്മാരകമാണ്, യുനെസ്കോയുടെ സ്മാരകമാണ്. അത് ഉദ്ഘാടനം ചെയ്യണം, ദൈവത്തെ സന്തോഷിപ്പിക്കണം. 20,000 പുരുഷന്മാരെ പിടിച്ചുകൊണ്ട് വന്നു, കാലും കൈമട്ട് കെട്ടി നെഞ്ചങ്ങോട്ട് കുത്തി കീറി ഈ ചങ്ക് കൂമ്പോട് ദൈവത്തെ കൊടുക്കുക. അവനങ്ങനെ ചെയ്തത് മാത്രമല്ല, ഈ 1000 അടി പൊക്കമുള്ള ചിച്ചൻ ചുറ്റുകുമാർ വരച്ചു വെച്ചിരിക്കുക. ഓരോരുത്തരുടെ ചങ്ക വളർന്ന് ദൈവത്തിന് കൊടുക്കുന്ന മുഴുവൻ പെയിന്റ് തിരിച്ചിരിക്കുകയാണ് ചുറ്റും. മനുഷ്യരെ കൊന്ന് ദൈവങ്ങളെ സന്തോഷിപ്പിക്കേണ്ട ഗതികേടാണ്. അതാണ് ഷേക്സ്പിയർ കിങ് എന്ന നാടകത്തിൽ പ്രസിദ്ധമായി പറയുന്നത്. ലൈക്ക് ഫ്ലൈസ് ടു വാൻഡൻ ബോയ്സ് ആർ വി ടു ഗോഡ്സ്, ദേ കിൽ us for their sport. അവരുടെ രസത്തിന് വേണ്ടി മനുഷ്യനെ കൊന്ന് ദൈവങ്ങൾ സന്തോഷിക്കുന്നു. പക്ഷെ സനാതനധർമ്മം അതിന് വലിയൊരു മാറ്റം വരുത്തി. അതായത് മനുഷ്യൻ അപകടത്തിൽപ്പെടുമ്പോൾ ഭഗവാൻ ഭൂമിയിൽ അവതരിക്കുകയാണ്. അവതരിച്ച് മനുഷ്യനെ രക്ഷിക്കുന്ന രക്ഷകനായ ഈശ്വര സങ്കല്പം കണ്ടുപിടിച്ചു. ബാക്കി ഗ്രീക്ക് മതവും ഈജിപ്ഷ്യൻ മതവും എല്ലാ മതങ്ങളും മനുഷ്യനെ പീഡിപ്പിക്കുന്നതിനും ശിക്ഷിക്കുന്ന ഒരു ഈശ്വരനാണ്. ഹിന്ദു എന്ന് പറഞ്ഞു അങ്ങനെയല്ല. മനുഷ്യൻ എപ്പോഴൊക്കെ അപ്രതിച്ചാണോ അപ്പോഴൊക്കെ ദൈവം ഭൂമിയിൽ വരും. ഭഗവാൻ കൃഷ്ണ അർജുനോട് ഭഗവത്ഗീത പറയാണ്, ഇതാ നമ്മൾ എത്ര ജന്മം ഇങ്ങനെ ആയെന്ന് നമുക്കറിയാമോ? ഞാൻ നാരായണനെ, നീ നാരായണമായിട്ട് നമുക്ക് 7 ജന്മം കഴിഞ്ഞ് പെട്ടാത്ത ജന്മ നമ്മൾ ഈ ഭൂമി വരുന്നത്. അപ്പം അർജുനൻ ചോദിക്കുന്നു, എന്തിനാണ് ഈ ഭൂമിയിലേക്ക് ഇങ്ങനെ വരുന്നത്? അപ്പൊ ഭഗവാൻ ഞാൻ അത് പറഞ്ഞു കൊടുക്കുകയാണ്. ഹിതാഹിതർമ്മസ്യഗ്ലാനിർഭവതി ഭാരത അഭ്യുത്ഥാനം അധർമ്മസ്യ തഥാത്മാന. ഞാൻ സംസ്കൃതം പഠിച്ചിട്ടുണ്ട്, തെറ്റോടെ ക്ഷമിച്ചോളാം. പരിത്രാണയ സാധുന വിനാശയ ദുഷ്കൃത ധർമ്മ സംസ്ഥാപനാർത്ഥയ സംഭവം എഴുതുകയും. ധർമ്മത്തിനെപ്പോൾ ഗ്ലാനി ഉണ്ടാകുന്നു, അധർമ്മം എപ്പോൾ തലവെക്കുന്നു, അപ്പോൾ ഞാൻ ഭൂമിയിൽ അവതരിക്കുന്നു. 3 കാര്യം ചെയ്യും. പരിത്രാണയ സാധന, സാധുക്കളെ ആളുകളെ രക്ഷിക്കും. വിനാശയ ദുഷ്കൃതം, ക്രൈം ആൻഡ് ക്രിമിനൽസിനെ അമർച്ചയും. ധർമ്മ സംസ്ഥാനാർത്ഥ, റൂൾ ഓഫ് ലോ എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന. അപ്പൊ മനുഷ്യനെ രക്ഷിക്കാൻ വേണ്ടി സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് വരുന്ന ഈശ്വരൻ അല്ലെങ്കിൽ സർവ്വവ്യാപിയായ ഈശ്വരൻ മനുഷ്യരൂപം എടുത്ത് നമ്മളെ രക്ഷിക്കാൻ വേണ്ടിയാണ്. ഇത് ഹിന്ദുമതത്തിന് അത്ഭുതകരമായ തത്വമാണ്. ഈ തത്വം പിന്നെ ക്രിസ്തുമതം സ്വീകരിച്ചു. അതായത് യേശു ക്രിസ്തു പിതാവായ പുത്രൻ ഭൂമിയിൽ അവതരിച്ച് മനുഷ്യരെ രക്ഷിച്ചു എന്ന ഹിന്ദുമതത്തിന്റെ തത്വമാണ് ക്രിസ്തുമതം യേശു ക്രിസ്തുവിന്റെ കുരിശുമരണത്തിലേക്ക് സ്വീകരിക്കുന്നത്. അത് പിന്നെ ബഹായിസ് എടുത്തു, അത് പിന്നെ അഹമ്മദിയ പ്രസ്ഥാനക്കാരെടുത്തു. അങ്ങനെ പല പല മതങ്ങൾ പിന്നെ ഹിന്ദുമതത്തിൽ നിന്ന് സ്വീകരിച്ചു. വിഷ്ണു ഭഗവാൻ 10 തവണ ഭൂമിയിൽ വരും. 9 തവണ വന്നു കഴിഞ്ഞു. മത്സ്യം, കൂർമ്മം, വരാഹം, നരസിംഹം, വാമനൻ, രാമോ, രാമച്ചരാമ, 3 രാമന്മാര്, കൃഷ്ണൻ, കൽക്കി. ദേവീഭാഗവതങ്ങൾ വായിക്കുമ്പോൾ ദേവിക്ക് 10 അവതാരം, ദശാവതാരം. ആദ്യം ജ്ഞാനേശ്വരിയായി വന്ന് മനുഷ്യന് ജ്ഞാനം കൊടുത്തു. അത് കഴിഞ്ഞ് ദുർഗാദേവിയായി വന്ന കൃഷ്ണന്മാരെ അമർ ചെയ്തു. അത് കഴിഞ്ഞ് കാളി ഭഗവതിയായി വന്നു. കാളി ഭഗവതി ക്ഷിപ്രസാധ്യം, മറ്റെല്ലാ ദേവനും ദേവി ഭക്തൻ പറഞ്ഞ ചെയ്യണോ വേണ്ടതൊക്കെ ആലോചിക്കും. കാളി ഭഗവതിക്ക് അതില്ല, ക്ഷിപ്രസാധ്യം. ഏറ്റവും ആദ്യം മനുഷ്യനെ പ്രാർത്ഥന അയക്കുന്നത് കാളി ഭഗവതി, ക്ഷിപ്രസാധ്യായ കാളി ഭഗവതി. 4ാമത് പരമശിവൻ ഓരോ തവണ ഭൂമി വരുമ്പോഴും ദേവി കൂടുതൽ വരവുണ്ട്. ശിവന്റെ കൂടെ പാർവതിയായിട്ട് വരും. ശിവൻ ഭൈരവനാവുമ്പോൾ പാർവതി മുത്താരമ്മയാവും. ഇങ്ങനെ മാറിക്കണ്ടേ, നല്ല രസമായി പാർവതിയുടെ രൂപാന്തരം. അങ്ങനെ രൂപാന്തരം. 5ാമതായി ധനത്തിന്റെ ഒരു ദേവതാസങ്കല്പമാണ്. ഇപ്പൊ ലക്ഷ്മി ദേവിയായി ഭഗവതി വരുന്നു. പിന്നെ മനുഷ്യന് അറിവുണ്ടായി, പുസ്തകം എഴുതി, ലൈബ്രറി ഉണ്ടാക്കി, യൂണിവേഴ്സിറ്റീസ് ഉണ്ടാക്കി. അപ്പൊ അറിവിനൊരു ദേവതാസങ്കല്പം, അതാണ് സരസ്വതി. 7ാമതായി ഭഗവാൻ കൃഷ്ണൻ ഭൂമിയിലേക്ക് വരികയാണ്. ആ ഭൂമിയിലേക്ക് വരുമ്പോ ഭഗവാന് കൂട്ടുവേണം. അതിന് ഭഗവതി ഭൂമി വരികയാണ്. പക്ഷെ ഭഗവതി വന്നത് രാധയായിട്ടാണ്, രുക്മിണിയായിട്ടല്ല.
ഭഗവതി വന്നത് സത്യവാനായിട്ടല്ല, നമ്പർ 1 നമ്പർ 2 പരവാനായിട്ടല്ല വന്നേ, രാധയായി വന്നു. രാധയ്ക്ക് ഒരിക്കലും ഭഗവാനെ കല്യാണം കഴിക്കാൻ പറ്റിയ മുനിശാവുള്ളത്. അപ്പോൾ ലൈംഗിക വീഴ്ച ഇല്ലാതെ, വിവാഹബന്ധം ഇല്ലാതെ ഒരു പുരുഷൻ സ്ത്രീയും എങ്ങനെ പ്രേമിക്കണം, ഇത് ലോകത്തെ പഠിപ്പിക്കാൻ വേണ്ടിയാണ് രാധയായി ഭഗവതി വരുന്നത്. അങ്ങനെ വന്ന് അവര് ലോകത്തെ കാണിച്ചു കൊടുത്തു, പ്രേമം എന്താണെന്ന് കാണിച്ചു കൊടുത്തു. അതിനകത്ത് ശരീരമോ ഫ്ലഷോ ഇല്ല, പുരുഷനും സ്ത്രീയും തമ്മിലുള്ള ബന്ധത്തിൽ. അത് സുന്ദരമായ ബന്ധമായി ഭാഗവതത്തിൽ നമ്മളെ കാണിക്കാൻ. അവസാനം രാധ മരിക്കാൻ പോകണം. രാധ ഒരു ലെറ്റർ അയച്ചു പറഞ്ഞു, ഭഗവാനെ എൻ്റെ മരണം എടുക്കുന്നു, എനിക്കൊരാഗ്രഹം, ഞാൻ മരിക്കുമ്പോൾ ഭഗവാൻ എൻ്റെ അടുത്തിരുന്ന് വീണ മുരളി വായിച്ചുകൊണ്ട് അത് കേട്ടോന്ന് എനിക്ക് മരിക്കണം. ഭഗവാൻ എപ്പോഴേ പല കഴിച്ചു രാധയെ കൊണ്ടുവന്നു ദ്വാരകയിൽ. രുക്മിണി കിടക്കുന്ന ബെഡ്റൂമിൽ അങ്ങോട്ട് കിടത്തി കൊടുത്തു. രുക്മിണിക്ക് വഴക്കൊന്നുമില്ല, കാരണം ഇവർ തമ്മിൽ ലൈംഗിക വീഴ്ച ഇല്ലെന്നും കല്യാണം ഉണ്ടാവില്ലെന്നും ഉറപ്പാണ്. ഇപ്പോഴും വല്ല സ്ത്രീ മനുഷ്യനാണ് 1000 സീരിയൽ അവർ ഉണ്ടാക്കി, 1000 എപ്പിസോഡുള്ള സീരിയൽ ഉണ്ടാക്കിയത് അതിനകത്തുനിന്ന്. എന്നിട്ട് രാധ മരിക്കാൻ കിടക്കുമ്പോൾ ഭഗവാൻ വന്നിട്ട് ഈ മുരളി ഇങ്ങനെ വായിക്കാൻ 36 മണിക്കൂർ ഭഗവാൻ മുരളി വായിച്ചു. ആ മുരളിയുടെ കേട്ടോണ്ട് ഈ രാധ മരണത്തിലേക്ക് അങ്ങ് ഊർന്ന് വീണു. മരിച്ചു കഴിഞ്ഞപ്പോൾ ഭഗവാൻ പറഞ്ഞു, ഇനി ഞാൻ ഈ മുരളി വായിക്കില്ല. രാധ മരിച്ച കട്ടലിനകത്തുള്ള മേശപ്പുറത്ത് ഭഗവാൻ മുരളി താത്തു വെച്ചു. പിന്നെ ഭഗവാൻ മുരളി വായിച്ചില്ല. കാരണം പ്രേമത്തിന് അപൂർത്തമായിട്ട് ഉപയോഗിക്കാം. അന്ന് ഭഗവാൻ വായിച്ച പ്രസിദ്ധമായ രാഗമാണ് ഹരിമുരളീരവ. യേശുദാസ് പാടുന്നതും മോഹൻലാൽ അഭിനയിക്കുന്നതും കാണാത്ത ആരും സദസ്സിലില്ല. ആ മഹത്വമായ രാഗം ഭഗവാന്റെ വീണയിൽ നിന്ന് മുരളിയിൽ നിന്ന് വരുന്നത് ഈ രാധയുടെ മരണസമയത്താണ്. അത് കഴിഞ്ഞ് ഗായത്രി മന്ത്രം ഭൂമിയിൽ അവതരിക്കണം. അപ്പോൾ ഭഗവതി ഭഗവാനോട് പറഞ്ഞു, ഈ ഗായത്രി എന്നുള്ള പേര് തന്നെ സ്ത്രീലിംഗമല്ലേ, ഞാൻ പൊക്കോളാം. അങ്ങനെ ഭഗവതി ഗായത്രിയെ ഭൂമിയിൽ വന്നു. ഗായത്രി മന്ത്രം സാരസ്യം ഋഷി സാഗർ ഉഗ്രൊരു പുസ്തകം എഴുതിയിട്ടുണ്ട്. ഞാനത് സുന്ദരമായിട്ട് 2-3 വായിച്ചത്. 5 വരിയുള്ളൂ, പക്ഷേ ആ ഗായത്രി മന്ത്രത്തിന് 150 പേജിനകത്ത് അർത്ഥ ഗംഭീരമാണ്. അത് ഭഗവതി ഭൂമിയിൽ സ്ത്രീയായി ഗായത്രി എന്ന പേരിൽ അവതരിച്ച് ആ ഗായത്രി മന്ത്രം ചൊല്ലിക്കേൽപ്പിച്ചു. MS സുബ്ബലക്ഷ്മി ഗായത്രി മന്ത്രം ചൊല്ലുമ്പോൾ നമുക്ക് ഏകദേശം മനസ്സിലാവും, ഇങ്ങനെയാണ് പണ്ട് ഭഗവതി പാടിയെന്ന് നമുക്ക് ഏകദേശം മനസ്സിലാവും. 9ാമതായി ഭഗവതി ശക്തീശ്വരി ഭൂമിയിൽ വന്നു. ഈ ചരമമല അമർച്ചയാണെങ്കിൽ ശക്തി വേണം. ശക്തീശ്വരി ഭഗവതി ഭൂമിയിലേക്ക് വന്നു. 10ാമത്തെ ലാസ്റ്റ് അവതാരം. ഭഗവതി ചോദിച്ചു, ലാസ്റ്റ് അവതാരം നീ എന്തായിട്ടാണ് പോകാൻ പോകുന്നത്? ഭഗവതി പറഞ്ഞു, ഇത്തവണ ഞാൻ പോകാൻ പോകുന്നത് തേനിന്റെ ദേവതയായിട്ടാണ്. തേനിന്റെ ഭ്രമരി, ഭ്രമരം എന്ന് പറഞ്ഞാൽ തേനീച്ച, ഭ്രമരിയായിട്ട് വന്നു. മനുഷ്യന്റെ നാക്കിന് മധുരവും തലച്ചോറും ബുദ്ധിയും കൊടുക്കുന്ന സാധനമാണ് ഈ തേൻ. അതുകൊണ്ട് അതായിട്ട് ഞാൻ ഭൂമിയിൽ വന്നു. അങ്ങനെ തേനിന്റെ ദേവതയായി ഭൂമിയുടെ ഭഗവതിയുടെ ദശാവതാരം. അപ്പോൾ ഭഗവതിയുടെ 10 അവതാരവും മനുഷ്യനെ രക്ഷിക്കാൻ വേണ്ടിയാണ്, സഹായിക്കാൻ വേണ്ടിയാണ്. പരമശിവം വന്നു കഴിഞ്ഞാലുണ്ടല്ലോ, ഒറിജിനൽ വേദവ്യാസന് 92,000 ശ്ലോകമുള്ള ശിവപുരാണത്തിൽ 24 അവതാരം. പക്ഷെ 24 ഭഗവാൻ കുറച്ചപ്പം അഷ്ടദശാവതാരം, 18 അവതാരം. പരമശിവന്റെ 12 അവതാരം മനുഷ്യരൂപത്തിൽ, 6 സ്ത്രീ രൂപത്തിൽ, അല്ല മൃഗരൂപത്തിൽ. അപ്പൊ ഓരോ അവതാരവും ഈ മനുഷ്യനെ രക്ഷിക്കാൻ വേണ്ടി ഭൂമിയിൽ വരുന്നൊരു ദൈവസങ്കല്പം സനാതനം കണ്ടെത്തി. അത് അവിടുന്ന് ക്രിസ്തുവത് സ്വീകരിച്ചു. ക്രിസ്തുവത്തിൽ നിന്നത് പിന്നീടുണ്ടായ പദങ്ങൾ ഭഗവാൻ ഭൂമിയിൽ വന്ന് മനുഷ്യനെ രക്ഷിക്കുന്ന രക്ഷകനായ ഈശ്വര സങ്കല്പത്തിലേക്ക് എത്തി. 11ാമത്തെ രസകരമായ സംഭവം നമ്മുടെ വയലാറാണ് ആ സിനിമ നമ്മെ എനിക്ക് ഓർമ്മയില്ല. സിനിമയിലൊരു പാട്ടുണ്ട്, ഈശ്വരൻ മനുഷ്യനായി അവതരിച്ച ജീവിതം ആസ്വദിച്ചറിഞ്ഞാൽ മരിക്കുമ്പോൾ ദൈവം പറയും, വയലാറാണോ? വെരി ഗുഡ്. ഈശ്വരൻ മനുഷ്യനായി അവതരിച്ചാൽ ജീവിതം ആസ്വദിച്ചറിഞ്ഞാൽ മരിക്കുമ്പോൾ ദൈവം പറയും, മനുഷ്യ നീയാണടാ എന്റെ ദൈവം എന്ന് പറയുന്നതാണ്. ഇത് കമ്മ്യൂണിസ്റ്റാണ് ഈ പറയുന്നത്. മനുഷ്യന്റെ കഷ്ടപ്പാട് ഭയങ്കര ആയതുകൊണ്ട് ദൈവം പോലും സുല്ലോട്ട് പോകുന്നത്. പക്ഷെ സനാതന ലോകത്തെ പഠിപ്പിച്ചു. ഭഗവാൻ കൃഷ്ണൻ 9 തവണ ഭൂമിയിൽ വന്നതിൽ 5 മനുഷ്യരൂപത്തിലാണ്. വാമനൻ, രാമോ, രാമച്ച, രാമ, കൃഷ്ണ, 5 മനുഷ്യരൂപമാണ്. ഭഗവതി ഭൂമി വന്നപ്പോൾ 10 മനുഷ്യരൂപമാണ്. കാര്യം ഭഗവാൻ ഭഗവതി ഒരു ഡിസ്കഷൻ ഉണ്ടായിരുന്നു. ഭഗവാൻ ഭഗവതി പറഞ്ഞു, ഭഗവതി ഞാൻ ഭൂമിയിൽ അവതരിച്ചിട്ടുണ്ടല്ലോ, ആമയായിട്ടും പന്നിയൊക്കെ ആയിട്ട് പോയിട്ടുണ്ട്. പക്ഷെ നീ പാമ്പല്ല, നീ ഒരു സ്ത്രീയാണ്. അതുകൊണ്ട് നീ ഒരിക്കലും മൃഗമായിട്ട് പോകരുത്. നീ പോകുമ്പോൾ മനുഷ്യ സ്ത്രീയായിട്ട് മാത്രമേ പോകാവൂ. ഭഗവാൻ ഭഗവതിയുടെ ഭഗവതിയുടെ 10 അവതാരവും മനുഷ്യരുമാണ്. പരമശിവന്റെ 18 അവതാരത്തിൽ 12 മനുഷ്യരുമാണ്. അപ്പൊ ഈ സനാതന ലോകത്തെ പഠിപ്പിച്ചോ, മനുഷ്യനായിട്ട് ദൈവം വന്ന് നമ്മളെ കാണിച്ചു തരാം മനുഷ്യൻ എങ്ങനെ ജീവിക്കണം, എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു. പക്ഷെ പറഞ്ഞു തന്നപ്പോ അവസാനം ദൈവം പോകുന്നതിനും പറഞ്ഞോ, എന്ത് പറഞ്ഞോ? മനുഷ്യ നീയും എന്നെ പോലെ ദൈവമാണ്, തത്വമസി എന്നാണ് പറഞ്ഞത്.
അല്ല നീ എന്റെ ദൈവമാണെന്നല്ല ദൈവം പറഞ്ഞേ. അദ്ദേഹം ഭൂമിയിൽ വെച്ച് ശ്രീരാമനോ ശ്രീകൃഷ്ണോ സാധാരണ മനുഷ്യൻ അനുഭവിക്കുന്ന 1000 ഇരട്ടി കഷ്ടപ്പെട്ട ദൈവം ഭഗവാൻ അനുവദിച്ചു. പക്ഷെ അവസാനം ഭഗവാൻ പറഞ്ഞു, മനുഷ്യ നീയും എന്നെ പോലെ ദൈവമാണ്. ആയിരക്കണക്കിന് മൈൽ താണ്ടി ശബരിമല കാട് വീടും കയറി 18ാം പടി കയറി മേളിൽ ചെന്നപ്പോ അവിടെ എഴുതി വെച്ചിരിക്കുന്നു, തത്വമസി, വന്നു കയറിയ ഭക്ത നീയും അകത്തിരിക്കുന്ന ഞാനും ഒന്നാണെന്ന് നീ മനസ്സിലാക്കണം. നിന്റെ ആത്മസാക്ഷാത്കാരം ഈശ്വരനായ എൻ്റെ വരുമ്പോൾ നമ്മൾ രണ്ടും ഒന്നാണ് കേട്ടോ എന്ന് പറയുക. അവസാനം മരണശേഷം മോക്ഷത്തിനുള്ള മുന്നോടിയാണ്. ജീവനോടിരിക്കുമ്പോൾ തന്നെ ഭഗവാൻ ഉപയോഗിക്കുന്ന ഭഗവാനും നമ്മൾ ഒന്നാണെന്ന് കണ്ടെത്തുന്നത് ശബരിമലയിലെ വലിയ തത്വം. ഇത് പിന്നീട് മതങ്ങൾ സ്വീകരിച്ചു. ദാനധർമ്മത്തിൽ നിന്ന് മറ്റു മതങ്ങൾ സ്വീകരിച്ച് അവരെ മനുഷ്യന്റെ കഷ്ടപ്പാടുകളിൽ ചൊല്ലിടുന്ന ദൈവത്തിന് പകരം മനുഷ്യനോട് സഹവസിക്കുന്ന ദൈവസങ്കല്പത്തിലേക്ക് എത്താൻ. അപ്പൊ ഈശ്വരനും മനുഷ്യനും തമ്മിലുള്ള ഈ ബന്ധത്തിൽ, ആത്മസാക്ഷാത്കാരത്തിൽ സനാതനം പല രംഗത്തും ആദ്യം പറഞ്ഞു. പക്ഷെ പിന്നീട് മറ്റു മതങ്ങൾ അതിലേക്ക് സാരാംശം പ്രാപിച്ച് എത്തി. സെമിറ്റിക് മതങ്ങൾ ഇപ്പോഴും അദ്വൈതം സമ്മതിച്ചിട്ടില്ല, സാക്ഷാത് മെത്തേഡ് സമ്മതിച്ചിട്ടില്ല. അതായത് മരിക്കുമ്പോൾ സ്വർഗവും നരകം സെപ്പറേറ്റ് ആണ്, സ്വർഗത്തിൽ നരകത്തിൽ പോകുന്ന സെമിറ്റിക് മതങ്ങൾ ഇപ്പോൾ ചെയ്യുന്നത്. പക്ഷെ ബാക്കി മതങ്ങളൊക്കെ തന്നെ സനാതനം പറഞ്ഞ വലിയ തത്വത്തിലേക്ക് എത്തി എന്നുള്ളതാണ്. അപ്പൊ ഇങ്ങനെ നമ്മൾ ആത്മാവിനെ കാണുമ്പോൾ എന്താണ് ആത്മാവെന്നൊരു ചോദ്യം വന്നു. ആത്മാവ് എന്താണെന്നുള്ള ചോദ്യത്തെ പറ്റി ഭയങ്കര തർക്ക വിതർക്കങ്ങൾ ലോകങ്ങളുണ്ടായി. ആത്മാവിനെ ആരെങ്കിലും കണ്ടിട്ടുണ്ടെന്ന് വെച്ചാൽ ഞാൻ കണ്ടിട്ടുണ്ട്. അത് പറഞ്ഞാൽ എനിക്ക് ഒരുപാട് ചീത്ത കിട്ടി. ഇദ്ദേഹത്തിന്റെ സീരിയൽ, ഇദ്ദേഹത്തിന്റെ ടെലിവിഷൻ പങ്കെടുത്തിന് എന്നെ ഒരുപാട് ചീത്ത കിട്ടുക. അപ്പൊ ഈ ആത്മാവിനെ കാണാത്തതെന്ന് പറഞ്ഞാൽ മനസ്സിലാകത്തില്ല. അപ്പൊ ഇപ്പോഴ് ശാസ്ത്രം വളരെ ഭംഗിയായിട്ട് കണ്ടെത്തിയിട്ടുണ്ട്. അതായത് യൂണിവേഴ്സൽ എനർജിയുടെ ഭാഗമാണ് ഹ്യൂമൻ ബോഡിയിലിരിക്കുന്ന എനർജി. ബോത്ത് ആർ വൺ, അദ്വൈതം പറയുന്ന പോലെയാണ്. അപ്പൊ ഈ മാറ്റർ ക്യാൻ ബി കൺവേർട്ടഡ് ടു എനർജി, എനർജി ക്യാൻ ബി കൺവേർട്ടഡ് ടു മാറ്റർ. പെർമനന്റ് അല്ല. അതാണ് ശങ്കരാചാര്യർ പറഞ്ഞത്. മായ കാണുന്നൊക്കെ മായ, നമ്മളീ കാണുന്ന സാധനം അവിടെ ഇല്ല. അപ്പൊ ശങ്കരാചാര്യർ സാമൂതിരാജാവിനെ കാണാൻ സാമൂതിരി പണിയെടുത്തു. ഒരു ആനയെ അങ്ങ് തുറന്നു വിട്ടു ശങ്കരാചാര്യർക്കെതിരായിട്ട്. ശങ്കരാചാര്യർക്ക് വലിയൊരു മരത്തെ കയറി ആനയെ തളച്ചിട്ട് ശങ്കരാചാര്യ താഴെ നടന്ന് സാമൂതിരി എടുത്തു. സാമൂതിരി വെച്ചു, ഇത് എല്ലാം മായയല്ലേ ശങ്കര, പിന്നെ നിന്നെ മരത്തെ ചാടി കയറിയത്, ആനയെ കണ്ടോ നീ മരത്തെ ചാടി കയറി, ഇതെല്ലാം മായയല്ലേ എന്ന് ചോദിച്ചു. ശങ്കരാചാര്യ പറഞ്ഞു, ഞാൻ വരുന്നത് അങ്ങേക്ക് തോന്നുന്നത് മായയാണ്. അങ്ങ് ആനയെ തുറന്ന് വിട്ടെന്ന് തോന്നുന്നത് അങ്ങേക്ക് മായയാണ്. ഞാൻ മരത്തെ കയറുന്നത് അങ്ങേക്ക് തോന്നുന്നത് മായയാണ്. ഞാൻ മരത്തിൽ താഴെ ഇറങ്ങിയത് മായയാണ്. ഞാനിപ്പോ അങ്ങയുടെ അടുത്ത് നിൽക്കുന്ന അങ്ങേക്ക് തോന്നുന്നത് മായയാണെന്നോ. സാമൂതിരി വെച്ച് അതെന്താണ്? ഞാൻ പറയുന്നത് അങ്ങേ കേൾക്കാം, അങ്ങ് പറയുന്നത് എനിക്ക് കേൾക്കാം. ശങ്കരാചാര്യ പറയുന്നത് ശബ്ദമായാണ്, ശബ്ദമായ. പിന്നെ സാമൂതിരിക്ക് ഇതിന് പറയാൻ പറ്റും, സാമൂതിരി ചൊല്ലിട്ട് പോയി. അപ്പൊ ഇത് സിമ്മർ സ്റ്റോറി ഫിലോസഫി ജർമ്മക്കാരനായ സിമ്മർ രേഖപ്പെടുത്തുന്ന കഥയാണ്. ഈ കേരളത്തിലെ സോഴ്സിൽ ഞാൻ ആ കഥ കണ്ടിട്ടില്ല. സിമ്മത്ത് എവിടുന്ന് കിട്ടിയെന്ന് എനിക്ക് അറിഞ്ഞൂടാ. അപ്പൊ ഈ ഇന്ന് ശങ്കരാചാര്യർ പറയുന്നത് സത്യമാണെന്ന് ശാസ്ത്രം കണ്ടെത്തിയിരിക്കുകയാണ്. മാറ്റർ എനർജി മ്യൂച്വലി കൺവേർട്ടബിൾ ആണ്. ഇപ്പൊ ഞാനിവിടെ നിൽക്കുന്നു, ഇവിടെ ഒരു മൈക്ക് സ്റ്റാൻഡിൻ്റെ ഒരു മൈക്ക് ഉണ്ട്, നമുക്ക് കാണാം. പക്ഷെ ഇതൊന്നും അവിടെ ഇല്ല. ഒരാറ്റത്തിന്റെ 99.99% വേക്കൻ്റ് ആണ്, ശൂന്യമാണ്. ഈ ന്യൂട്രോണും ഇലക്ട്രോണും പ്രോട്ടോണും ഒക്കെ 0.01%. ഇനി സൗരയൂഥം കൊണ്ട് എടുത്താൽ സൂര്യന് 9 ഗ്രഹങ്ങളോട് കൂടിയാൽ അത് 99.99% ശൂന്യമാണ്. 0.01 താഴെയുള്ള മാറ്റം, ബാക്കിയെല്ലാം ശൂന്യമാണ്, ഒന്നുമില്ല. പ്രപഞ്ചം എടുത്താലുണ്ടല്ലോ 99.999 12 പോലെ ശൂന്യമാണ്, വേറെ ഒന്നും ഇല്ല അതിനകത്ത്. ഇനി നമ്മളിപ്പോൾ മാറ്റർ എന്ന് തോന്നുന്ന സാധനം ഐൻസ്റ്റൈൻ പറഞ്ഞു E=mc². ഈ മാറ്റർ ഏത് സമയത്തും എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യാം. നമ്മളുണ്ടെന്ന് തോന്നുന്ന മാറ്റർ കുറച്ച് കഴിഞ്ഞാൽ ഉണ്ടാവില്ല. ആറ്റം ബോംബിനകത്ത് അമേരിക്കയിൽ നിന്ന് കൊണ്ടുവന്ന ബോംബ് ഹിരോഷിമയിൽ പൊട്ടിക്കഴിഞ്ഞ് വല്ലതും ഉണ്ടോ അവിടെ? ഒന്നുമില്ല. ആറ്റം ബോംബിനകത്ത് അമേരിക്കയിൽ നിന്ന് കൊണ്ടുവന്ന ബോംബ് ഹിരോഷിമയിൽ പൊട്ടിക്കഴിഞ്ഞ് വല്ലതും ഉണ്ടോ അവിടെ? ഒന്നുമില്ല. പിന്നെ എനർജിയായി ഇപ്പോൾ പ്രകാശമായിട്ടോ ചൂടായിട്ടോ നടക്കുന്ന എനർജി നാളെ മാറ്ററായി മാറാം. ഡി ബ്രോഗ്ലീസ് ഇക്വേഷൻ അനുസരിച്ച് ഷ്രോഡിംഗേഴ്സ് തിയറം വെച്ചിട്ട് എനർജി ഏത് സമയത്തും മാറ്ററായി മാറാം. എനി ടൈം ക്യാൻ ബി കൺവേർട്ടഡ് മാറ്റർ. ഇത്തവണത്തെ ഫിസിക്സിന് നോബൽ സമ്മാനം അവസാനം ശങ്കരാചാര്യ പദത്തിൽ നിന്നും ഇത്തവണത്തെ ഫിസിക്സിന് നോബൽ സമ്മാനം കൊടുത്തിരിക്കുന്ന നോർവേജിയൻ ശാസ്ത്രജ്ഞർ കൊടുത്തത് യൂണിവേഴ്സ് ഈസ് അൺറിയൽ. ഈ കാണുന്ന യൂണിവേഴ്സ് ഉടനെ ഇല്ല എന്നുള്ള തിയറിക്ക് തന്ന നോബൽ സമ്മാനം, ഇപ്പോഴത്തെ നോബൽ സമ്മാനം, ഫിസിക്സിന് നോബൽ സമ്മാനം. അപ്പോൾ ഹൈന്ദവർ ലോകത്തോട് പറഞ്ഞ അത്ഭുതമാണ് ഈ കാണുന്നതൊക്കെ മായയാണ്, ഇതൊരു അപ്പാരഷനാണ്. കാണുന്നത് ഇങ്ങനെ കാണാം, പക്ഷെ ഇറ്റ് ഈസ് നോട്ട് റിയലി ദയർ എന്നുള്ള വലിയ സംഭവം. അപ്പൊ ഇതോടുകൂടി ഈ ജീവാത്മാവും പരമാത്മാവും തമ്മിലുള്ള സാക്ഷാത്കാരവും സംയമനവും
ഇൻഡോളർ എനർജി യൂണിവേഴ്സൽ എനർജിയുമായി ലയിക്കുന്നത് എങ്ങനെയാണ്, യൂണിവേഴ്സൽ എനർജിയുടെ ഭാഗം നമ്മുടെ ശരീരത്തിൽ ആത്മാവായി വന്നിട്ട് അൾട്ടിമേറ്റ്ലി എങ്ങനെ നമ്മുടെ ജീവാത്മാവ് പരമാത്മാവ് ലയിക്കും എന്ന് കൃത്യമായി മനസ്സിലാക്കാൻ പറ്റും. ഇനി ഈ ആത്മബോധത്തിന്റെ ഭാഗമാണ് മനുഷ്യൻ ഈശ്വരനിലേക്ക് പ്രാർത്ഥിക്കാനായി പഠിച്ചത്. ജീവാത്മാവായ നമ്മൾ പരമാത്മാവിലേക്ക് പ്രാർത്ഥിക്കുക. ആ പ്രാർത്ഥന ലോകത്തിലെ മതങ്ങൾ വളരെ ശ്രദ്ധാപൂർവ്വം കണ്ടുപിടിച്ചു. മനുഷ്യൻ പ്രാർത്ഥിക്കാൻ പഠിച്ചത് പ്രധാനമായും 5 തരത്തിലാണ്. വർഷിപ്പ് വിത്ത് ഫയർ, വർഷിപ്പ് വിത്ത് വാട്ടർ, വർഷിപ്പ് വിത്ത് ഫ്ലവേഴ്സ്, വർഷിപ്പ് വിത്ത് അഗ്രികൾച്ചർ പ്രൊഡ്യൂസ്, വർഷിപ്പ് വിത്ത് ഡാൻസ് ആൻഡ് മ്യൂസിക്. 5 മെയിൻ ഫോംസ് ഓഫ് വർഷിപ്പ്. 36 ഫോംസ് ഓഫ് വർഷിപ്പ് ഉണ്ട്. അത് ഏറ്റവും പ്രധാനപ്പെട്ട കോമൺ 5 അതിലാദ്യത്തത് വർഷിപ്പ് വിത്ത് ഫയർ. ദൈവത്തെ തീ കൊണ്ട്, അഗ്നി കൊണ്ട് ആരാധിക്കുക. ഒരു കുട്ടി ജനിക്കുമ്പോൾ കുട്ടിയെ അഗ്നി ഇങ്ങനെ കാണിക്കുന്നുണ്ട്. കല്യാണം കഴിക്കുമ്പോൾ അഗ്നി കൊണ്ട് ഉണ്ടാക്കി ഭർത്താവിൻ്റെ ഭാര്യയുടെ കൈ പിടിച്ച് 3 തവണ അതിന് വലം വെച്ചിട്ട് അഗ്നിസാക്ഷിയായിട്ട് വിവാഹം കഴിക്കുക. അതിൽ നിന്നാണ് ഇംഗ്ലീഷിൽ പോലും വാക്കുണ്ടായത്, ബ്രൈഡ് ഗ്രൂം, ബ്രൈഡ് എന്ന വാക്ക്. ബ്രൈഡ് എന്ന് പറഞ്ഞാൽ ബ്രഡസ്ത, ഭർത്താവിൻ്റെ കയ്യിൽ കൈ കൊടുത്തിരിക്കുന്നതെന്നാണ് വാക്കിനർത്ഥം. ബ്രൈഡ് ഗ്രൂം എന്ന് പറഞ്ഞാൽ കൈ പാണി ഗ്രഹണം ചെയ്തുകൊണ്ടാണ് ലത്തീൻ ഗ്രീക്ക് ഭാഷയുള്ള വാക്കിൻ്റെ അർത്ഥം. അത് ഈ ചടങ്ങിൽ നിന്ന് വരുന്നതാണ്. ഒരാൾ മരിക്കുമ്പോൾ ശരീരം കൊണ്ട് അഗ്നിയിൽ വെക്കും. അഗ്നി ശരീരത്തെ ഭസ്മമാക്കി ആത്മാവിനെ പരലോകത്തേക്ക് കൊണ്ടുപോകാം, പരമാത്മാവിലേക്ക് കൊണ്ട് ലയിപ്പിക്കുക. അപ്പോൾ ജനനത്തിലും കല്യാണത്തിലും മരണത്തിലും അഗ്നി സാക്ഷിയാണ്. പൂജ ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യും? നമ്മൾ അഗ്നി കൊണ്ട് ഉണ്ടാക്കി അതിനകത്തോട്ട് ദ്രവ്യങ്ങൾ കൊണ്ടുവച്ച് അഗ്നി യാഗവും യജ്ഞവും നടത്തി ദൈവത്തെ സന്തോഷിപ്പിക്കുക. ഈ വലിയ ഫോം യഹൂദന്മാരെ ശ്രദ്ധേയമായി കണ്ടുപിടിച്ചു. മോശ ദൈവത്തെ കാണുന്നത് തന്നെ അഗ്നിദേവനായിട്ടാണ്. ആ പൂജ നടത്താൻ വേണ്ടി മോശ അഗ്നി ഉണ്ടാക്കി അതിനകത്ത് ചെയ്ത് പ്രാർത്ഥിക്കുക. ലോകത്തിലെ മറ്റു മതങ്ങൾ ഈ അഗ്നി കൊണ്ടുള്ള പ്രാർത്ഥന കണ്ടുപിടിച്ചു. രണ്ടാമത്തെ വർഷിപ്പ് വിത്ത് വാട്ടർ. നദീതര സംസ്കാരങ്ങളെല്ലാം തന്നെ നദി ദേവനോ ദേവതയായി മാറി. ഈജിപ്തുകാർ പറഞ്ഞു ഗിഫ്റ്റ് ഓഫ് ദ നൈൽ. നൈൽ നദി ദാനം. നൈൽ നദി പുണ്യനദിയാണ്, ഈശ്വര ദൈവീ സങ്കല്പമാണ്. ഇന്ത്യയിലെ ഗംഗാനദി പുണ്യനദിയാണ്. കേരളത്തിൽ പമ്പ നദി പുണ്യനദിയാണ്. ശബരിമല സീസണിൽ പാടും പമ്പ നമ്മുടെ പുണ്യനദി, തെന്മല നമ്മുടെ പുണ്യമല എന്ന് പറയും. അപ്പോൾ നദീതര സംസ്കാരങ്ങളുടെ സർവൈവൽ നദി ആയതിനാൽ നദി ഈശ്വര സങ്കല്പമായി. അതുകൊണ്ട് ആ വെള്ളം കൊണ്ട് പ്രാർത്ഥിക്കുന്ന സിസ്റ്റം ഉണ്ടായിരുന്നു. അപ്പോൾ ആചമിക്കുക, ക്ഷേത്രത്തിൽ പോകുമ്പോൾ കാല് കഴുകി കൈ കഴുകി പ്രാർത്ഥിക്കുക. ക്രിസ്ത്യാനികൾ അവരെ കുളിച്ചിട്ട് പള്ളിയിൽ പോയി കുർബാനയ്ക്ക് പങ്കെടുക്കാൻ പറ്റും. കുളിക്കാതെ കുർബാനയ്ക്ക് പാടില്ല. മുസ്ലിമാണ് 5 തവണ നിസ്കരിക്കണം. 5 തവണ അവൻ പോയി ശരീരത്തിന് 5 ഭാഗം കഴുകും. എല്ലാ ഭാഗവും ഞാൻ ലിസ്റ്റ് ചെയ്യുന്നില്ല, നിങ്ങൾക്ക് അറിയാവുന്ന 5 ഭാഗം കഴുകിയിട്ട് അകത്ത് കയറാൻ പറ്റി പ്രാർത്ഥിക്കാം. അപ്പോൾ ഹിന്ദു മതം തുടങ്ങി വെച്ചാൽ ഈജിപ്തും ഗ്രീസും ഫോളോ ചെയ്ത ആരാധന സമ്പ്രദായം ക്രിസ്ത്യാനികൾ മുസ്ലിങ്ങൾ ടേക്ക് ഓവർ ചെയ്തു. ബുദ്ധമതത്തിൽ സെയിം തിങ്, വെള്ളം ഉപയോഗിച്ചിട്ടുള്ള യാഗം യോഗ ചെയ്യുന്നതിന് മുമ്പ് വെള്ളം ഉപയോഗിച്ച് കഴുകിയിട്ട് യോഗ ചെയ്യാം. അപ്പോൾ ഈ വർഷിപ്പ് വിത്ത് വാട്ടർ സുന്ദരമായ സംഭവമാണ്. മൂന്നാമത്തെ വർഷിപ്പ് വിത്ത് ഫ്ലവേഴ്സ്. പൂക്കൾ കൊണ്ട് പ്രാർത്ഥിക്കുക. അപ്പം മലയാളത്തിൽ പൂജ എന്ന വാക്കുണ്ട്. പൂവ്, ജപം, ഈ 2 വാക്കിന്റെ ആദ്യക്ഷരം ചേർത്താണ് പൂജ എന്ന വാക്ക് ഉണ്ടാക്കുന്നത്. പൂവ് കൊണ്ട് ജീവിക്കുക. അപ്പോൾ പൂവിന്റെ ആദ്യക്ഷരം പൂവും ജപത്തിന്റെ ജായും കൂടെ ചേർന്ന് പൂജ എന്ന വാക്ക് കണ്ടുപിടിച്ചു. ദ്രാവിഡ ഭാഷകളെല്ലാം ഉണ്ട്, മലയാളത്തിലുണ്ട്. അപ്പോൾ പൂ കൊണ്ട് ജപിക്കുക. അപ്പോൾ ദൈവത്തെ ആരാധിക്കണമെങ്കിൽ ദൈവത്തിന്റെ വിഗ്രഹത്തിലോട്ട് പൂമാല ചാർത്തുക. കല്യാണം കഴിക്കുമ്പോൾ മന്ത്രം ചൊല്ലുമ്പോൾ വരണ്ട വധു അങ്ങോട്ടും ഇങ്ങോട്ടും മാലയിടുമ്പോൾ ഇതായി. ഭഗവാൻ കൃഷ്ണൻ മധുരയിലോട്ട് ചെല്ലുമ്പോൾ അവിടെ സ്ത്രീകൾ ഭഗവാനെ മാല അണിപ്പിക്കുകയാണ്. മാല അണിയുമ്പോൾ ഭഗവാൻ പറയുന്ന പുസ്തക വാചകയില്ലേ, സുന്ദരമായ സെന്റൻസ്, അതാണ് പൂ കൊണ്ടുള്ള ജപമാണ്. അപ്പോൾ അതാണ് പൂജ എന്ന് പറയുന്നത്. 4ാമതായി മനുഷ്യൻ പ്രാർത്ഥിക്കാൻ പഠിച്ചു വർഷിപ്പ് വിത്ത് അഗ്രികൾച്ചർ പ്രൊഡ്യൂസ്. കാർഷിക വിഭവങ്ങൾ വെച്ചിട്ട് ദൈവത്തെ പ്രാർത്ഥിക്കുക. ഇത് സുന്ദരമായ ഒരു സങ്കല്പമാണ്. കാര്യം ഭൂമി ദേവി ആദ്യം തരുന്ന പ്രൊഡ്യൂസ് ഭൂമി ദേവിക്കുള്ള ഭൂമി ദേവി കൊടുക്കും. അത് ഓരോ ദേശത്ത് ദേവസങ്കല്പം ഏതാണോ അവിടെ കൊണ്ട് കൊടുക്കും. അങ്ങനെ മാത്രമേ ബാക്കി കൃഷി ചെയ്യാവൂ. ഇതിൻ്റെ ഉത്ഭവം ഭാഗവതത്തിൽ നിന്നാണ്. ഭാഗവതത്തിലെ ഈ പൃഥ്വിരാജാവ് കാലത്ത് കൃഷി ചെയ്തിട്ട് വിഭവം ഉണ്ടാകുന്നില്ല. പൃഥ്വി ദേഷ്യമാണ്. ഭൂമി ദേവി ഓടിച്ചിട്ട് പിടിച്ചു കൊന്നുള്ളതെന്നോ. പൃഥ്വി പറഞ്ഞു നീ എന്നെ കൊന്നോ, നീ എന്നെ കൊന്നാൽ ഞാനും ചാവും നീയും ചാവും, ഞാനില്ലാതെ നീ ഭൂമി ജീവിച്ചിരിക്കാൻ പറ്റുമല്ലോ. അപ്പോഴാണ് പൃഥ്വിന് കാര്യം മനസ്സിലായത്. പൃഥ്വി പറഞ്ഞു ഞാൻ നിന്നെ കൊല്ലുന്നില്ല, പക്ഷെ നീ മേലാളുണ്ടല്ലോ
ഞങ്ങൾ കൃഷി ചെയ്താൽ വിഭവം തന്നേ പറ്റുള്ളൂ. ദൈവം സമ്മതിച്ചു. അങ്ങനെയാണ് ഭൂമി ദേവിക്ക് പൃഥ്വി എന്ന പര്യാവത ഉണ്ടായി. പൃഥ്വി ചക്രവർത്തി പര്യാവത ഉണ്ടായിരുന്നു. ഇന്ത്യയുടെ പാർലമെന്റിൽ 1ാം പഞ്ചവത്സര പദ്ധതി അവതരിപ്പിക്കുകയാണ്. ശ്രീമൻ നാരായണൻ എന്ന് പറഞ്ഞ പ്രസിദ്ധമായ പണ്ഡിതനാണ് ജവഹർലാൽ നെഹ്റു പറഞ്ഞത്. അന്നേരം MP ആണ് അവതരിപ്പിക്കാൻ. അതിനുകൊണ്ട് തുടങ്ങി. ഭാഗവതത്തിൽ പറയുന്ന പോലെ പൃഥ്വി ചക്രവർത്തിയും തമ്മിലുള്ള ഇതെന്നൊക്കെ പറഞ്ഞ് തുടങ്ങി. നെഹ്റു ചോദിച്ചു, എന്താണ് അങ്ങീ പറയുന്നത്? ഭാഗവതത്തിൽ നമ്മൾ ഈ കാണിക്കുന്ന പഞ്ചവത്സര പദ്ധതി ഇവർ പറഞ്ഞിട്ടുണ്ടോ? ഉണ്ട് എന്ന് പറഞ്ഞു. പ്രധാനമന്ത്രി പറഞ്ഞു, എന്റെ സമയം എന്താണ് മണ്ണാകാൻ പ്രസംഗിക്കുന്നത്. നെഹ്റു ഉടനെ നോട്ട്ബുക്കും പേന എടുത്ത് എഴുതാൻ തുടങ്ങി. 5 ദിവസം അവതരിപ്പിച്ചുകൊണ്ട് ഇന്ത്യൻ പാർലമെന്റ് പ്രസംഗം മുഴുവൻ ഭാഗവതമാണ്. ഈ ശ്രീമൻ നാരായണൻ എന്ന് പറഞ്ഞ മനുഷ്യൻ ഭാഗവതം പ്രസംഗിക്കുകയാണ്. സ്വന്തം നമ്മൾ പാർലമെന്റ് റെക്കോർഡ്സൊക്കെ വായിച്ച ആ പ്രസംഗം ആൾക്കാർ ഉത്തരം പ്രസംഗം. അപ്പോ അങ്ങനെ ഭൂമി ദേവി തരുന്നതിന് ഭൂമി ദേവിക്ക് തിരിച്ചു കൊടുക്കുന്ന ആദ്യ വിളവ് അത് അവിടെ നിന്ന് യഹൂദന്മാരെടുത്തു. യഹൂദന്മാരുടെ ആദ്യ വിളവ് ഉത്സവം. അത് ക്രിസ്തുമതം എടുത്തു, ആദ്യ വിളവ് ഉത്സവം. മുസ്ലിങ്ങളെടുത്തു, ബുദ്ധമതം എടുത്തു. സർവ്വ സ്ഥലത്ത് അത് വ്യാപിച്ചു. ഇത് സുന്ദരമായ ഒരു സങ്കല്പമാണ്. വർഷിപ്പ് വിത്ത് അഗ്രികൾച്ചർ പ്രൊഡ്യൂസ്. 5ാമത് വർഷിപ്പ് വിത്ത് ഡാൻസ് ആൻഡ് മ്യൂസിക്. ദൈവത്തെ സന്തോഷിപ്പിക്കണമെങ്കിൽ ദൈവത്തിനെ പാട്ട് പാടി ശ്രദ്ധിക്കണം. അപ്പോൾ ദൈവത്തിന് വലിയ സന്തോഷമാണ്. ദൈവം വളരെ ഹാർമോണിക്കായ ഒരു സങ്കല്പമാണ് ദൈവം എന്ന് പറയുന്നത്. പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ രാവിലെ തുടങ്ങും പത്മനാഭ കീർത്തനം. ഇരേന്ദ്രൻ നമ്പിയാണ് നമുക്ക് എഴുതിയെന്ന് തോന്നുന്നു. അത് കേട്ടാൽ ഭഗവാൻ ഉണരും. അയ്യപ്പൻ്റെ അവിടെ പകലത്തെ പൂജയെല്ലാം കഴിഞ്ഞ് രാത്രിയാണ് ഹരിവിലാസനങ്ങൾ പാടും. അത് കേട്ടാൽ ഭഗവാൻ പറഞ്ഞിട്ട് പറയുന്നു. അപ്പോൾ ഭഗവാനെ ഉണർത്താനൊരു പാട്ട്, ഭഗവാനെ ഉറക്കാനൊരു പാട്ട്. രാവിലെ നമ്മൾ 6 മണിക്ക് റേഡിയോ കൊണ്ട് ഓൺ ചെയ്താൽ ഉടനെ MS സുബ്ബലക്ഷ്മി പാടുക വെങ്കടേശ സുപ്രഭാതം. വെങ്കടേശ ഭഗവാനെ ഉണർത്താൻ വേണ്ടിയുള്ള പാട്ടാണ്. കൗസല്യ സുപ്രജ രാമ എന്നങ്ങനെ തുടങ്ങാണ്. സുന്ദര പാട്ടാണ്. അതിൻ്റെ അർത്ഥം മനസ്സിലാക്കാനായിട്ട് മനസ്സിലാകും. അപ്പൊ ഈ ഭഗവാന് പാട്ടിഷ്ടം. ഭഗവാനെ സന്തോഷിപ്പിക്കാൻ വേണ്ടി പാട്ട് പാടുക, ഭഗവാനെ സന്തോഷിപ്പിക്കാൻ. ഹിന്ദുമതം തുടങ്ങി, യഹൂദമതം സ്വീകരിച്ച്, ക്രിസ്തുമതം സ്വീകരിച്ച്, ഇസ്ലാം മതം വേറെ രീതിയിൽ സ്വീകരിച്ച്, മതങ്ങൾ ലോകത്തുള്ള മതങ്ങൾ സ്വീകരിച്ചു. പിന്നെ ഡാൻസാണ്. ദൈവത്തിന് എങ്ങനെയാണ് ഡാൻസ് വളരെ ഇഷ്ടമാണെന്നാണ് മനസ്സിലാക്കുന്നത്. പരമേശ്വരൻ എന്ത് ചെയ്തു? ശിവതാണ്ഡവം. താണ്ഡവ നൃത്തത്തിന്റെ ഭാഗമായി 64 ഭാവങ്ങളെ പ്രകടിപ്പിച്ചുകൊണ്ട് സുന്ദരമായ ഡാൻസാണ്. അപ്പോൾ ഭരതമണി ഭാവം, രാഗം, താളം 3 ചേർന്നാണ് ഭരത എന്ന വാക്കുണ്ടായത്. റിയൽ ഹ്യൂമൻ ബീങ് അല്ലെന്നാണ് പറയുന്നത്. ഭാവവും രാഗവും താളവും എങ്ങനെയാണ് ശ്രമിച്ചിട്ടുള്ളത്? ഭരതമുനിയുടെ സുന്ദരമായ നാട്യശാസ്ത്രം. ആ നാട്യശാസ്ത്രത്തിൽ ഓരോ ഡാൻസിന്റെയും എങ്ങനെയാണ് ഈശ്വരനെ സന്തോഷിപ്പിക്കുന്നത്, എങ്ങനെയാണ് ഓരോന്നും വരേണ്ടത് എന്നുള്ളതാണ്. അപ്പോ ഭരതനാട്യം കൊണ്ട് തുടങ്ങണമെങ്കിൽ ആദ്യം ഗണേശനെ വിളിക്കണം. വിഘ്നേശ്വരനെ പൂജിച്ചിട്ട് ഡാൻസ് തുടങ്ങാം. ഇല്ലെങ്കിൽ പഴയ വീഴുമെന്നാണ് ശാസ്ത്രം. അപ്പൊ സിദ്ധി വിനായക അല്ലെങ്കിൽ പ്രസിദ്ധമായ വാതാവി ഗണപതി ജപേ എന്ന് പറയുന്നത് പാട്ട് പാടുന്ന സംഗീത കന്നഡ സംഗീതം എന്ന് പറയുമ്പോൾ വാതാവിയിലെ പ്രസിദ്ധമായ ഗണപതി ഞാൻ കണ്ടിട്ടുണ്ട്. സുന്ദര ക്ഷേത്രം. വാതാവിയിലെ ഗണപതിയെ സൂചിച്ചാണ് തുടങ്ങും. അല്ലെങ്കിൽ ഗണേശ ഭഗവാനെ സ്തുതിക്കും. ഗണേശ ഭഗവാൻ 3 കാര്യമാണ്: ബുദ്ധി, സിദ്ധി, വൃദ്ധി. അപ്പൊ തലച്ചോറ് ഇന്റലക്ച്വൽ പവർ കൂട്ടാൻ ഗണേശ ഭഗവാൻ ബെറ്ററാണ്. സ്കിൽ ഡെവലപ്പ് ചെയ്യാൻ സിദ്ധി, സ്കിൽ ഡെവലപ്പ്. പിന്നെ വൃദ്ധി, പണം വർദ്ധിപ്പിക്കാൻ. 3 ഗണേശ ഭഗവാന്റെ വലിയ പരിപാടിയാണ്. ഇപ്പൊ കാളിദാസനെ അറിവ് നേടാൻ വേണ്ടി കാളിഭഗവതി ക്ഷേത്രത്തിൽ ഓടിച്ചിരുന്നപ്പോ കാളിഭഗവതി വെച്ചു, നിനക്ക് എന്ത് വേണമെന്ന് ചോദിച്ചു. അപ്പൊ പുറത്ത് കാളി അകത്ത് ദാസൻ, അങ്ങനെ കാളിദാസനായി കഴിഞ്ഞപ്പോ ഈ കാളിദാസൻ എന്താണ് എനിക്ക് അറിവ് വേണമെന്നോ നാക്ക് നിട്ടാപ്പോ കാളി ഭഗവതി കാളിദാസൻ നാക്കിലോട്ട് എഴുതി ഹരി ശ്രീ ഗണപതായ നമ. അറിവ് തുടങ്ങണം. വിഘ്നേശ്വരനെ മാറ്റിയിട്ട് അറിവ് തുടങ്ങണം. അപ്പൊ ഈ അറിവ് നേടുന്ന ഗണേശൻ ബുദ്ധി ഗണേശനാണ്. പക്ഷേ ഡാൻസിനെ പോലൊരു സംഭവം പഠിക്കണമെങ്കിൽ അതിന് വേണ്ടത് സ്കില്ലാണ്. ആ സ്കില്ലാണ് സിദ്ധി. അപ്പൊ അതുകൊണ്ടാണ് സിദ്ധി വിനായക എന്ന് പറയുന്നത്. സിദ്ധിയും ഗണേശനും ഒപ്പിക്കുമ്പോഴേ ഡാൻസിന് ആവശ്യമായ ഗുണം കിട്ടുള്ളൂ. അപ്പൊ ഓരോ ദൈവസങ്കല്പത്തിന്റെ മഹനീയമായ ഉദാഹരണമാണ്. അപ്പൊ അങ്ങനെ ഡാൻസ് കാണിച്ച് ദൈവത്തെ സന്തോഷിപ്പിക്കാൻ ഇത് വേദപുസ്തകത്തിലോട്ട് വന്നു. ദാവീദ് രാജാവ് ഭഗവാനെ സന്തോഷിപ്പിക്കണം. അപ്പോ സമാപന കൂടാർത്ഥം അയാളും ഡാൻസ് ചെയ്യാൻ ദൈവത്തെ സന്തോഷിപ്പിക്കാൻ വേണ്ടി ഡാൻസ് കുറച്ച് കഴിഞ്ഞപ്പോൾ ഇയാളുടെ വസ്ത്രം പകുതി മാറിപ്പോയി. അർത്ഥനഗ്നനായിപ്പോയി. അർത്ഥനഗ്നനായി കഴിഞ്ഞപ്പോൾ ഭാര്യയ്ക്ക് ദേഷ്യം. ഭാര്യ ശൗലരാജാവിന്റെ മോളാണ്. അവിടെ പറഞ്ഞ നീ പെണ്ണുങ്ങളൊക്കെ നിൽക്കുന്ന സ്ഥലത്ത് വെച്ച് ഡാൻസ് ചെയ്ത് പകുതി ശരീരം പുറത്ത് കാണിക്കും, എന്ത് പണിയാണ് നീ കാണിച്ചത്? ഭർത്താവിന് വഴക്കം.
ദാവീദ് പറഞ്ഞു, ഞാൻ ദൈവത്തെ സന്തോഷിക്കാൻ വേണ്ടി ഡാൻസ് ചെയ്തതാണ്, അവിടെ നീ എന്നെ വിമർശിച്ചു, അതുകൊണ്ടുണ്ടല്ലോ നിനക്ക് മക്കളുണ്ടാവില്ല. മൈക്കാളിന് മക്കളുണ്ടായില്ല, ഒന്നാം ഭാര്യയ്ക്ക് മക്കളുണ്ടായില്ല. ഈ ശാപമാണ്. ദൈവത്തെ സന്തോഷിക്കാൻ വേണ്ടി ഡാൻസ് ചെയ്തതിന് ഇവിടെ കുറ്റം പറഞ്ഞു. ദൈവശാപം കൊണ്ട് ഒന്നാം ഭാര്യയ്ക്ക് മക്കളുണ്ടായില്ല. അപ്പോൾ ഇത് വേദോസമാണ്. യഹൂദന്മാരങ്ങനെ സ്വീകരിച്ചു, ക്രിസ്തുമതം സ്വീകരിച്ച്, ഇസ്ലാം മതത്തിലെ സൂഫി സമ്പ്രദായം ഡാൻസും പാട്ടും സ്വീകരിച്ചു, മറ്റേ സമ്പ്രദായം സ്വീകരിച്ചില്ല. സുന്നിക്കാർ സമ്മതിച്ചില്ല, ഷിയാക്കാരൻ മറ്റേവരും സമ്മതിച്ചില്ല. ഈ ഡാൻസും പാട്ടും കൊണ്ടുള്ള സൂഫികൾ ഡാൻസും പാട്ടും കൊണ്ടുള്ള ആരാധന സമ്മതിച്ചു. അപ്പൊ അങ്ങനെ ഈശ്വരനെ പ്രാർത്ഥിക്കാൻ വേണ്ടി മതങ്ങൾ, മനുഷ്യനാകുന്ന ആത്മാവ് ഈശ്വരനെ തേടുമ്പോൾ ഈശ്വര സാക്ഷാത്കാരത്തിന് വേണ്ടി ആത്മാവും ഈശ്വരനോട് പാടുകയും ഡാൻസ് ചെയ്യുകയൊക്കെ ചെയ്ത് സന്തോഷിപ്പിക്കാൻ അങ്ങനെ ഈശ്വരന് മനസ്സിലാവുന്ന അഗ്നി കൊണ്ട് പ്രാർത്ഥിക്കുന്നു, വെള്ളം കൊണ്ട് പ്രാർത്ഥിക്കുന്നു, പുഷ്പം കൊണ്ട് പ്രാർത്ഥിക്കുന്നു, അഗ്രികൾച്ചർ പ്രൊഡ്യൂസ് കൊണ്ട് പ്രാർത്ഥിക്കുന്നു. അത് കഴിഞ്ഞ് ഡാൻസും പാട്ടിലൂടെ സന്ദർശിക്കുകയാണ്. ഇവിടെ ഈശ്വരനെ സാക്ഷാത്കരിക്കാൻ വേണ്ടി ലോകത്തുള്ള മതങ്ങളെല്ലാം അവസാനം വന്നു ചേരുന്ന കോമൺ പാത്താണ്. ആത്മാവ് ഈശ്വരനെ തപ്പിപ്പോകുമ്പോൾ മതങ്ങളെല്ലാവരും പലതും സനാതനം തുടങ്ങിയത് മറ്റു മതങ്ങളത് സ്വീകരിച്ച് വളരെ കോമൺ ആയ ഒരു സംഭവത്തിലേക്ക് എത്തിച്ചേരുന്നത്. ഈ ആത്മാവ് ദൈവത്തെ തേടി പോകുന്ന പ്രാർത്ഥനകൾ വളരെ ശ്രദ്ധേയമായി മനസ്സിലാക്കാൻ പറ്റും. ഇനി അതിൻ്റെ ഫോമായി അവ വേറെ രണ്ട് കാര്യങ്ങൾ സ്വീകരിച്ചു. ഒന്ന്, ദൈവത്തെ സന്തോഷിപ്പിക്കണമെങ്കിൽ ദൈവത്തിന് നേരിട്ടൊന്നും നമ്മൾ കുറച്ച് സന്തോഷിപ്പിക്കാൻ പറ്റിയല്ല. അപ്പോൾ ഭൂമിയിലെ മനുഷ്യന്, പട്ടിണിയുള്ള മനുഷ്യന് ആഹാരം കൊടുക്കണം, വസ്ത്രമില്ലാത്ത മനുഷ്യന് വസ്ത്രം കൊടുക്കണം, വീടില്ലാത്ത മനുഷ്യന് വീട് കൊടുക്കണം. അതാണ് ഈശ്വര സാക്ഷാത്കാരത്തിന് ഏറ്റവും നല്ലത് എന്ന് പറയും. ഹൈന്ദവ ക്ഷേത്രങ്ങളിലെല്ലാം ഏത് ഭക്തൻ നിന്നാലും സൗജന്യ ഭക്ഷണം. ഞാൻ ഓച്ചറ ക്ഷേത്രത്തിൽ പോയി പ്രസംഗിച്ചിട്ട് ഇറങ്ങിയപ്പോൾ ഭയങ്കര ജനക്കൂട്ടം. ഞാൻ ചെത്ത് അല്ല ഇവിടെ വരുന്ന എല്ലാവർക്കും സൗജന്യ ഭക്ഷണം, 25,000 പേര് വന്നിട്ടുണ്ടാവും ഭക്ഷണം. ഞാൻ വെച്ചാൽ മാക്സിമം എത്ര പേർ വന്നിട്ടുണ്ട്, ഉത്സവത്തിന് 100,000 പേർ വന്നിട്ടുണ്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞത് ഭയങ്കര അത്ഭുതമാണല്ലോ. ഞാനും അവരുടെ കൂടെ ഇരുന്ന് ആഹാരം കഴിച്ചു. 25,000 പേരെ കഴിച്ചു. ഇറങ്ങിയപ്പോൾ ലോഡ് നിൽക്കുന്ന അവിടെ, ലോഡ് നിറച്ച് അരി കൊണ്ടുവന്ന് ഇറക്കുവാണ്. അപ്പോൾ ഞാൻ ആ ലോർക്കാൻ ചോദിച്ചു, ആരുടെ തന്നെ? അത് മോഹൻലാൽ സിനിമയുടെ നയസാണ്. ഞാൻ രസീത് വാങ്ങിച്ചോ? രസീത് വാങ്ങിച്ചു. പക്ഷേ മോഹൻലാലിൽ വന്ന് രസീത് വാങ്ങിക്കാൻ എന്നോട് പറഞ്ഞിട്ട് ലാലെന്ന് മാത്രം വന്നിട്ട് രസീത് വാങ്ങിക്കാമെന്ന് പറഞ്ഞു. അവൻ തന്നെ രസീത് കാണിച്ചു, ലാലെന്ന് മാത്രമേ കാണിച്ചിട്ടുള്ളൂ. മോഹൻലാൽ ഒരു അഡ്വർടൈസ്മെന്റ് വേണ്ടി ഒരു ലോറി 10,000 കിലോ അരി അവിടെ കൊടുത്തതിന്. അത് കഴിഞ്ഞപ്പോൾ ലോറി നിർത്തി വെജിറ്റബിൾസ് ഒന്നും ഇറങ്ങുന്നു. അമ്പലപ്പുഴ പോയാലോ 50,000 ഗ്ലാസ് പാൽപ്പായസം. ഒരു കപ്പ് ആരാ ക്ഷേത്രത്തിൽ ചെന്നാലും പാൽപ്പായസം. കൊട്ടാരക്കര ചെന്നാലോ ഗണപതി ക്ഷേത്രത്തിൽ ഉണ്ണിയപ്പമാണ്. ഞാൻ എപ്പോഴെല്ലാം കൊട്ടാരക്കര പോയാലും ഞാൻ പോലീസ് സ്റ്റേഷൻ വിളിക്കും, എടോ ഉണ്ണിയപ്പം വാങ്ങിച്ചു വെക്കണമെന്ന് പറയും. ഞാൻ പോലീസ് സ്റ്റേഷൻ അടുത്തില്ല, അവന് കറക്റ്റ് ആ ഉണ്ണിയപ്പം വാങ്ങിച്ചു വെച്ചേക്കെനിക്ക്. ഇതൊരു രുചി, അത് ലോകത്തിലാർക്ക് ഉണ്ണിയപ്പം ഉണ്ടാക്കാൻ പറ്റുമോ? ഈ അമ്പലപ്പുഴ പാൽപ്പായസം, അതുപോലൊരു പായസം നമ്മുടെ വീട്ടിൽ വെച്ച് ഉണ്ടാക്കാൻ പറ്റുമോ? ഉണ്ടാക്കാൻ പറ്റില്ല. ഞാൻ കഴിഞ്ഞ ആഴ്ച പ്രസംഗിക്കാൻ വന്നു എൻ്റെ കുട്ടിക്ക്. ഞാൻ അമ്പലപ്പുഴ വിളിച്ചു പറഞ്ഞു. അങ്ങനെ ഞാൻ വന്ന വഴിക്ക് അവർ പായസം റെഡിയാക്കി വെച്ചിരുന്നു, 6 ഗ്ലാസ് പായസം. ഞാനിതൊന്ന് ഭാര്യ കൊടുത്തു. ഭാര്യ വെച്ചത് എന്ത് ഇത് ഇവിടുത്തെ പായസമാണ്. ഞാൻ അമ്പലപ്പുഴ പാൽപ്പായസം, എന്തൊരു രുചിയ ഭാര്യ ചൊല്ലിട്ട് പോയി. പായസം ഇട്ട് പഠിച്ച ഭാര്യയ്ക്ക് പോലും ഇതുപോലൊരു പായസം ഉണ്ടാക്കാൻ പറ്റിയല്ല. അതാണ് ഭഗവാന്റെ കളി എന്ന് പറയുന്നത്. അപ്പൊ ഈ ക്ഷേത്രങ്ങളിൽ ഭക്ഷണം പട്ടിണി കിടന്നിട്ടില്ല, ആഹാരം കൊടുക്കുകയാണ്. ഇന്ത്യയിൽ പട്ടിണി ഉണ്ടാകുന്നതിന് കാരണം ഇന്ത്യയിലെ ക്ഷേത്രങ്ങളാണ്. എത്യോപ്യയിലും സിറാലിയോണിലും ഇവിടെ ഉണ്ടാകുന്ന പട്ടിണി ഉണ്ടെങ്കിലല്ലേ, നൈജീരിയയിലൊക്കെ കൊണ്ട് പട്ടിണി ലക്ഷങ്ങൾ ചാവല്ലേ. ഇന്ത്യയിലും ദാരിദ്ര്യമുണ്ട്, പക്ഷെ ഇന്ത്യയിൽ പട്ടിണി ഉണ്ടാകുന്നില്ല. കാരണം പട്ടിണി കിടക്കുന്നത് നേരെ ക്ഷേത്രത്തോട്ട് ചെന്നാൽ സൗജന്യ ഭക്ഷണം. അപ്പോൾ ഭക്ഷണം കൊടുക്കുന്ന പുണ്യം, ഭക്ഷണം പാചകം ചെയ്യുന്ന പുണ്യം, അത് വിളമ്പുന്ന പുണ്യം, ആളുകൾ കഴിച്ചിട്ട് പോകുമ്പോൾ തുടയ്ക്കുന്ന പുണ്യം, ഭക്തന്മാർക്ക് 4 പുണ്യം. വിശപ്പ് തീർക്കാനോ സൗജന്യ ഭക്ഷണം, അരിമൂന്ന് പോഷകമുള്ള ഭക്ഷണം. അമ്പലപ്പുഴ പാൽപ്പായസം കഴിച്ചാൽ എല്ലാ വൈറ്റമിനും ഉണ്ട്, എല്ലാ പ്രോട്ടീനും ഉണ്ട്, എല്ലാ കാർബോഹൈഡ്രേറ്റും ഉണ്ട്, എല്ലാ ഫാറ്റും ഉണ്ട്. ഒരു മൾട്ടി വൈറ്റമിൻ ഗുളിക കഴിക്കേണ്ട, ഒരു മിനറൽസ് കഴിക്കേണ്ട. പാൽപ്പായസം കഴിച്ച സർവ്വവും അടങ്ങിയിരിക്കുന്ന ഭക്ഷണമാണ്. ഇവിടെയാണ് അത്ഭുതം. ഹിന്ദുമതത്തിനെ വലിയ സിസ്റ്റം ക്രിസ്തുമതം സ്വീകരിച്ചു. യേശു ക്രിസ്തു 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ചു. പിന്നെ ആഹാരം കിട്ടാതെ കൊടുത്തു. വീഞ്ഞ് മാത്രം ഉണ്ടാക്കി കൊടുത്താൽ എനിക്ക് യോജിപ്പില്ല. വെള്ളം വീഞ്ഞാക്കി കുടിപ്പിച്ചത് ശരിയായില്ല, ബാക്കി സംഭവിച്ചത്. അപ്പൊ ദാനം ചെയ്യുന്നത് ഈശ്വരനോട് പ്രാർത്ഥിക്കാൻ പറ്റത്തില്ലെങ്കിൽ ദാനം കൊടുത്താൽ ഈശ്വരന്റെ അടുത്തോട്ട് ചെല്ലും എന്ന ഒരു തത്വം ഉണ്ടാക്കി. അതവിടെ ഇസ്ലാം മതത്തിൽ വന്നു. ഇസ്ലാം മതം വന്നു, സക്കാത്ത് കൊടുത്തിരിക്കണം. 100 രൂപ വരുമാനം കിട്ടിയ 2.5 രൂപ
ഇയർലി ഇൻകത്തിന്റെ 2.5% സക്കാത്ത് കൊടുത്തിരിക്കണം ദൈവത്തെ സന്തോഷിപ്പിക്കണം. തുടങ്ങിയത് സിന്ധു ഗംഗാ നദി തീരത്ത് ഹിന്ദു തുടങ്ങിയതാണ്. ഈ ആഹാരവും വസ്ത്രവും കൊടുക്കുന്നത് ചാരിറ്റി ആത്മാവിന് ഈശ്വരനെ പ്രാപിക്കാനുള്ള ഏറ്റവും നല്ല പുണ്യമാണ് എന്ന് കൃത്യമായിട്ട് നമുക്ക് തെളിയിച്ചു. ആഹാരവും വസ്ത്രം കൊടുക്കുന്നത് പുരാണത്തിൽ ഒരുപാട് കഥയുണ്ട്. അപ്പോ അശ്വമേധത്തിന് പോവാണ്. രാമായണത്തിൽ അശ്വമേധം നടത്താൻ, മഹാഭാരതത്തിലെ യുധിഷ്ഠിരൻ അശ്വമേധം നടത്താണ്. അവർ രണ്ടുപേരും നടത്താൻ രാജസൂയല്ല. രാജസൂയമാണെങ്കിൽ എതിർത്തുനിന്ന് ക്ഷത്രിയന്മാരെല്ലാം കൊന്നു, ഭയങ്കര ഭീകര യുദ്ധമാണ്. രാജസൂയമല്ല അശ്വമേധം. അശ്വമേധത്തിന് 2 ഭാഗമാണ്. കുതിര ഇങ്ങനെ അഴിച്ചുവിടും. കുതിര ഒരു 15 കിലോമീറ്റർ ദിവസം നടക്കും. 360 ദിവസം കൊണ്ട് കുതിര ഒരു 6000 കിലോമീറ്റർ വളയം വെച്ച് തിരിച്ച് ക്യാപിറ്റലെത്തും. 6000 കിലോമീറ്റർ സർക്കിൾ 2πr കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ഏതാണ്ട് തിരുവനന്തപുരം ജില്ലയുടെ അത്ര ഏറിയ ഈ കുതിര പോകാൻ പറ്റുള്ളൂ ഒരാണ്ടില്. അല്ലെങ്കിൽ കൊല്ലം ജില്ലയോടെ കൂട്ടിക്കണം. ഈ കുതിര പോകുന്ന സ്ഥലത്തെല്ലാം 2 കാര്യം നടക്കുന്നത്. ഒന്ന് സൗജന്യ ഭക്ഷണം. അശ്വമേധം കാണാൻ വരികയും സഹകരിക്കുകയും ചെയ്ത മുഴുവൻ പേർക്കും ഫ്രീ ഫുഡ് കൊടുത്തോ. 2 പരാതി പരിഹാരം. അവിടെ വരുന്ന ആർക്കും രാജാവിന് പരാതി കൊടുക്കാം. ആ പരാതി രാജാവ് ഓരോരുത്തരും അറ്റൻഡ് ചെയ്യേണ്ടതാണ് എന്നുള്ളതാണ്. അപ്പൊ അശ്വമേധവും രാജസൂയവും വ്യത്യാസം അറിയാതെ പലരും എല്ലാവരും വിവരങ്ങളൊക്കെ പറയും ചിലൊക്കെ മൈക്കുകളെ. അപ്പൊ അശ്വമേധം എന്ന് പറയുന്നത് ഹിന്ദുമത സാരാംശം അടങ്ങിയിട്ട് വെക്കുകയാണ്. സൗജന്യ ഭക്ഷണം കൊടുക്കുക, മനുഷ്യന്റെ കംപ്ലൈന്റ് എന്താണോ അത് പരിഹരിച്ചു കൊടുക്കുക എന്നുള്ള പരിപാടിയാണ്. ഇത് ഇന്ത്യയിലെ ഭാരതീയ സംസ്കാരത്തിന്റെ വലിയൊരു സംഭവമാണ് ഈ അശ്വമേധം എന്ന് പറയുന്നത്. ഇത് പിന്നീട് മറ്റു മതങ്ങളിലേക്ക് പോയി. ഉദ്ധവ രാജാക്കന്മാർ സ്വീകരിച്ചു, അശോക ചക്രവർത്തി അത് സ്വീകരിച്ചു. അത് കഴിഞ്ഞ് ഹർഷൻ ഇതേ പരിപാടി സ്വീകരിച്ചു. വിദേശത്ത് പോയി കഴിഞ്ഞപ്പോൾ ക്രിസ്തുമതം പോയിടത്തെല്ലാം ഓർഫനേജ് നടത്തുക, ഓൾഡേജ് ഹോം നടത്തുക, പാലിയേറ്റീവ് കെയർ നടത്തുക തുടങ്ങിയ ജീവകാരുണ്യ പ്രവൃത്തി ചെയ്യുന്നത്, ചാരിറ്റി ചെയ്യുന്നത് ഈശ്വരന്റെ ആത്മാവിനെ ഈശ്വരനെ സാക്ഷാത്കരിക്കാനുള്ള സുന്ദരമായ ഒരു സങ്കല്പമാണ് എന്ന് എല്ലാ മതങ്ങളും ഇപ്പോൾ സമ്മതിക്കുക. ദാനം, ആഹാരവും വസ്ത്രവും മറ്റു സംഗതികളും കൊടുക്കുന്ന ദാനം. അടുത്ത സ്റ്റെപ്പിലോട്ട് വരുമ്പോൾ ഈ പുണ്യ കർമ്മങ്ങളുടെ ലിസ്റ്റ് വരാൻ തുടങ്ങി. ലിസ്റ്റ് വരുമ്പോൾ താഴെ പറയുന്ന കാര്യങ്ങൾ പുണ്യമാണ് എന്ന് പറഞ്ഞ് ലിസ്റ്റ് ഉണ്ട്. അപ്പൊ ആ താഴെ പറയുന്ന പുണ്യങ്ങൾ പ്രകാരം പരിഹാരക്രിയകൾ ചെയ്യാം. മനുഷ്യന് മോക്ഷം കിട്ടാൻ, അതായത് ജീവാത്മാവ് പരമാത്മാവ് ലയിച്ച് മോക്ഷം കിട്ടണം. ആത്മസാക്ഷാത്കാരത്തിൽ നമ്മൾ ഈശ്വരനോട് ലയിക്കണമെങ്കിൽ 3 പാപങ്ങൾ നമ്മളെ തടയുന്നു. 1 പൂർവജന്മ പാപം, 2 പൂർവികർ ചെയ്ത പാപം, വല്യപ്പനോ എല്ലാവരും പെണ്ണുങ്ങളെ ബലാത്സംഗം ചെയ്യുകയോ എല്ലാവരും തലിക്കലോ ചെയ്ത കുറ്റം നമ്മൾ തലയിരിക്കും. അവരുടെ സ്വന്തം അനുഭവിക്കുന്ന പോലെ തന്നെ ഈ പാപവും നമുക്ക് വീതിച്ച് തരും. പിന്നെ നമ്മൾ ഈ ഭൂമിയിൽ ചെയ്യുന്ന കർമ്മപാപം. ഇത് 3 നമ്മളെ ഈശ്വരനുമായി ലയിക്കുന്ന ആത്മാവിന് പരമാത്മാവിനെ ലയിക്കുന്നതിന് ബ്ലോക്കാണ്. അപ്പൊ എന്ത് ചെയ്യണം? ഇതിന് ഹിന്ദുമതം പരിഹാര ക്ഷേത്രങ്ങൾ ഉണ്ടാക്കി. തെക്കേ ഇന്ത്യയിൽ തന്നെ 36 പരിഹാര ക്ഷേത്രങ്ങൾ. നമ്മുടെ ഫുഡ് കോർപ്പറേഷന്റെ മാനേജിംഗ് ഡയറക്ടറായിരുന്ന പണിക്കർ തൃശ്ശൂർ പുസ്തകത്തിൽ പരിഹാര ക്ഷേത്രങ്ങൾ. ഓരോ ക്ഷേത്രത്തിൽ ഏതൊക്കെ പാവം പരിഹരിക്കാൻ പറ്റുമെന്നുള്ളതാണ്. അപ്പൊ ആ പരിഹാരം ചെയ്യണമെങ്കിൽ നമ്മളവിടെ ചെന്ന് ചെയ്യേണ്ട ചില കർമ്മങ്ങളുണ്ട്. നല്ല രസം വായിക്കാൻ കേട്ടോ. ഈ ഓരോ ക്ഷേത്രത്തിൽ നമ്മുടെ പാവപരിഹാരത്തിന് എന്താണ് അവിടെ ചെയ്തിരിക്കേണ്ടത്. ഈശ്വര സാക്ഷാത്കാരത്തിൽ നിന്ന് ജീവാത്മാവിനെ തടയുന്ന പാപങ്ങൾ, പൂർവ്വജന്മ പാപം, പൂർവികളുടെ പാപം, ഈ ജന്മങ്ങളിൽ കർമ്മപാപം, ഇതിനെ പരിഹരിക്കാൻ വേണ്ടി ഓരോ പരിഹാര ക്ഷേത്രത്തിലും ഓരോ പരിഹാരക്രിയ ചെയ്തിട്ടാണ്. ഇത് 3 കൂടെ കളയാൻ ഒറ്റ പരിപാടിയുള്ളൂ. രാമേശ്വരത്തെ ക്ഷേത്രത്തിൽ പോയി 22 കിണറ്റിൽ നിന്ന് 3 തൊട്ടി വെള്ളം വെച്ച് 66 തൊട്ടി വെള്ളം തലക്കൂടെ ഒഴിച്ച് 66 മന്ത്രമൊക്കെ ചൊല്ലി അത് കഴിഞ്ഞ് വേഗം കാണുന്ന കുളിച്ച് വസ്ത്രം അവിടെ കളഞ്ഞിട്ട് വന്നാൽ 3 പാവം തീരും. അപ്പൊ എന്റെ ജാതകത്തിൽ 2007 മാർച്ച് 30 ശേഷം ഇല്ല, ശുഭം തീരുവാണ്. ഞാനതിനു മുമ്പ് നേരെ പോയി രാമേശ്വരത്ത്. ആരോ അറിയാതെ പോയി, ക്രിസ്ത്യാനിയല്ലേ. അപ്പൊ ഞാൻ പോകുമ്പോൾ ഒരു സംസ്കൃത പണ്ഡിതനോട് ചോദിച്ചു, നിങ്ങൾ രാമേശ്വരത്ത് പോയിട്ടുണ്ടാവും? ഇല്ല എന്ന് പറഞ്ഞു. വരുന്നതിൻ്റെ കൂടെ പുള്ളി എനിക്ക് വലിയ ആഗ്രഹം വരാണ്. പുള്ളി എന്നെ കൂടെ ഞാനവിടെ രാമേശ്വരത്ത് ഹോട്ടലിലെ മുറിയൊക്കെ ബുക്ക് ചെയ്ത് അവിടെ ചെന്ന്. അപ്പൊ ഞാൻ പറഞ്ഞു, ഓരോ മതം ചിലപ്പോൾ നിങ്ങൾ ട്രാൻസ്ലേറ്റ് ചെയ്ത് എനിക്ക് തരണം, ഇംഗ്ലീഷിലോ മലയാളത്തിലാണ്. അപ്പൊ ഓരോ കണ്ടന്റ് അവിടെ ചെല്ലും. 3 തൊട്ടിയോടുവഴിക്ക് ഓരോ തൊട്ടിയോടുവഴിക്കും ഓരോ മന്ത്രം ചെല്ലും. ഈ 66 തൊട്ടി മന്ത്രത്തിന്റെയും രഹസ്യം ഞാൻ കിട്ടാറുണ്ടല്ലോ, ട്രാൻസ്ലേറ്റ് ഇംഗ്ലീഷ് ആൻഡ് മലയാളം. ആ മന്ത്രം ചൊല്ലിയ മോക്ഷം കിട്ടിയിരിക്കും, യാതൊരു സംശയം വേണ്ട. അതാണ് 66 മന്ത്രം. അതിന്റെ ട്രാൻസ്ലേഷൻ കിട്ടിയപ്പോഴേ സംസ്കൃതത്തിൽ എനിക്ക് പിടികിട്ടില്ല, അത് ട്രാൻസ്ലേറ്റ് കിട്ടിയാൽ മനസ്സിലായി.
അത് കഴിഞ്ഞ് വേഗം കളി കുളിച്ചോടുകൂടി മോക്ഷം ഉറപ്പായി. ഇപ്പോഴാണ് വന്നത് മനസ്സിലായത്. അത് കഴിഞ്ഞ 16 കൊല്ലത്തെ അക്കൗണ്ട് ബാക്കിയിരിക്കുകയാണ്. അന്നത്തെ അക്കൗണ്ട് സെറ്റിൽ ചെയ്തു, പക്ഷെ ഇനി 16 കൊല്ലത്തെ അക്കൗണ്ട് സെറ്റിൽ ചെയ്യണം. പക്ഷെ ഹിന്ദുമതത്തിൽ ഈ സങ്കല്പം വളരെ ജീവാത്മാവിന് പരമാത്മാവിലേക്കാൻ തടസ്സമായ പൂർവജന പ്രഭാവവും പൂർവിക പ്രഭാവവും നമ്മുടെ കർമ്മവും പരിഹരിക്കാൻ വേണ്ടി എന്താണ് പരിഹാരം? ഈ പരിഹാരം ഹിന്ദുമതം പറഞ്ഞത് ക്രിസ്തവം സ്വീകരിച്ചു, പുണ്യം ചെയ്ത് പാപം ചെയ്തു ഇങ്ങനെ പരിഹാരമായി പുണ്യം ചെയ്യണമെന്ന്. ഇസ്ലാം മതം പറഞ്ഞു പാപം ചെയ്തിട്ടുണ്ടെങ്കിൽ ഇന്ന പാപത്തിന് ഇന്ന പരിഹാരം ചെയ്തോളാൻ പറഞ്ഞു ഇസ്ലാം മതം. ഇന്ന് ലോകത്തിലെ എല്ലാ മതവും സമ്മതിച്ചിട്ടുണ്ട്. പാപം ജീവാത്മാവിന് പരമാത്മാവിലേക്ക് വരാനുള്ള ബ്ലോക്കായി നിൽക്കുന്ന എന്തുണ്ടോ അതിനെ പരിഹാരക്രിയയിലൂടെ പരിഹരിച്ച് മോക്ഷം പ്രാപിക്കണം എന്നുള്ളതാണ്. അപ്പം ഓരോ മതങ്ങളുടെ സാരാംശം നമ്മൾ മനസ്സിലാക്കുമ്പോൾ സമയം 1 മണിക്കൂർ കഴിഞ്ഞ് ഞാൻ നിർത്തുകയാണ്. ഓരോ മതം നമ്മൾ പഠിച്ച് അകത്തോട്ട് ചെന്ന് കഴിയുമ്പോൾ നമ്മൾ മനസ്സിലാവുന്നത് മനുഷ്യനാകുന്ന ആത്മാവ് ഈശ്വരനെ തേടിപ്പോയാൽ കഴിഞ്ഞ 20,000 കൊല്ലം ചരിത്രം ഇങ്ങനെ വായിക്കും. ഓരോ ജനസമൂഹം ഒന്ന് കണ്ടുപിടുത്ത അടുത്ത ജനസമൂഹം സ്വീകരിക്കുന്നു. അത് അവസാനം രൂപാന്തരം പ്രാപിച്ച് പരസ്പരം സങ്കലനത്തിലൂടെ വന്നിട്ട് അവസാനമായി നമ്മൾ ഇതിന്റെ സാരാംശം ഒന്നായി കണ്ടെത്തുകയാണ്. വിവേകാനന്ദ സ്വാമികൾ ചിക്കാഗോയിലെ പ്രസിദ്ധമായ പാർലമെന്റ് ഓഫ് റിലിജിയൻസിൽ പ്രസംഗിക്കാൻ 2 മണിക്കൂറുള്ള പ്രസംഗമാണ്. പാർലമെന്റ് പ്രസംഗം. ഹിന്ദുമതം എന്താണെന്ന് അവരോട് പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ട്. പക്ഷെ എല്ലാ മതങ്ങളുടെയും സാരാംശം ആത്യന്തികമായി ഒന്നാണ് എന്ന്, എല്ലാ നദികളും ഒഴുകി സമുദ്രത്തിൽ ചെല്ലുന്ന പോലെ എല്ലാ മതങ്ങളുടെയും ആചാരങ്ങളും വിശ്വാസങ്ങളും ഒഴുകി കടലിൽ ലയിക്കുന്നവരെ ജീവാത്മാവ് പരമാത്മാവിനെ തേടിക്കുന്ന യാത്ര എല്ലാ മതങ്ങളുടെയും സാരം ഒന്നാണെന്ന് വിവേകാനന്ദ സ്വാമി ഭംഗിയായിട്ട് ഉറപ്പുവരുന്നുണ്ട്. ആധുനിക മനുഷ്യനിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. വന്നുകൊണ്ടിരിക്കുന്ന യാത്രയിൽ അവനെ സഹായിക്കേണ്ടത്, അവനത് പറഞ്ഞ് മനസ്സിലാക്കേണ്ടത് നമ്മുടെ പ്രധാനപ്പെട്ട ജോലിയാണ്. സാധാരണ മനുഷ്യന് ഇത് മനസ്സിലാക്കാൻ കഴിവില്ല. ഞാൻ ക്ഷേത്രത്തിൽ പോയി പ്രസംഗിച്ചു കഴിഞ്ഞാൽ 2 ആഴ്ച ചീത്തവിളിയാണ്. ഭഗവാൻ കൃഷ്ണന്റെ ആദർശക്കുറിച്ച് ഞാനൊരു പ്രസംഗം ചെയ്തു പോയി. 22 ലക്ഷം പേര് കണ്ടു. ഒരു 2 ലക്ഷം ചീത്തവിളി. ക്രിസ്ത്യൻ പള്ളിയിൽ പോയി പ്രസംഗിച്ചു പോയെങ്കിൽ പിന്നെ ചീത്തവിളി. പ്രവാചകനെ പറ്റി ഒരു മുസ്ലിം പള്ളിയിൽ പോയി പ്രസംഗിച്ചോണ്ടല്ലോ, അയ്യോ എന്റെ ചീത്തവിളി എന്ന് പറഞ്ഞാൽ ചീത്തവിളിയോട് ചീത്തവിളിയാണ്. കാര്യം എന്തെന്നറിയാമോ? ഇത് കേൾക്കുന്ന മനുഷ്യന് ഇതിന്റെ ആത്യന്തികമായ സാരാംശം മനസ്സിലാവുന്നത്. ഈശ്വരനെ 3 തിരിച്ചു വെച്ചിട്ട് ചിന്തിച്ച വല്ല ലക്ഷ്യമുണ്ടോ? ഇതിന് ആത്യന്തികമായി മനസ്സിലാക്കി ചെല്ലുമ്പോഴാണ് പലപ്പോഴും തുടക്കം ഹിന്ദുമതത്തിനാണെങ്കിലും അത് സർവ്വ മതങ്ങളിലേക്ക് ചെല്ലുന്ന ആ സാരാംശം നമ്മൾ മനസ്സിലാക്കണം. അപ്പം നമ്മൾ പകുത്തീകരിക്കുന്ന ഒരു സംഭവമായി മാറും. ഇന്ന് സെവന്തകത്തെ ആസ്ഥാനമാക്കി പുസ്തകം എഴുതിയിരിക്കുന്ന ഋഷി സാഗറിന്റെ പുസ്തകം ഞാൻ വായിച്ചിട്ടില്ല. പക്ഷേ ഈ സെവന്തകം നല്ലൊരു കൺസെപ്റ്റാണ്. നമ്മുടെ പുരാണങ്ങളിൽ 2 സെവന്തകമുണ്ട്. 1 സെവന്തക പുഷ്പം, 2 സെവന്തക രത്നം. ഇത് 2 രസകരമായ 2 കഥകളാണ്. കല്യാണ സൗന്ദര്യ പുഷ്പം തേടി പോകുന്ന കഥ നമ്മൾ ഭീമസേന പോകുന്ന കഥയില്ല, അത് രസകരമായ കഥയാണ്. സെവന്തക രത്നത്തിന്റെ കഥയും ഭയങ്കര രസകരമാണ്. സെവന്തകത്തെ സംബന്ധിച്ചുള്ള സുന്ദരമായ ഈ പുസ്തകം കൈരളിക്ക് ഒരു വലിയ സംഭാവനയാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഋഷി സാഗറിന് ഇനിയുള്ള പുസ്തകങ്ങൾക്ക് എല്ലാ ആശംസകളും അർപ്പിച്ചുകൊണ്ട് ഞാനൊരു വാക്കുകൾ സംഭരിക്കട്ടെ. നമസ്കാരം. ശരിക്കും സാറ് പറഞ്ഞപ്പോഴാണ് സമയം എത്രയും കടന്നുപോയെന്ന് പലർക്കും മനസ്സിലായത്. ചിലർക്ക് വശപ്പെടുത്തി കാണുമായിരിക്കും, പക്ഷെ എങ്കിലും അതൊരിക്കലും നമ്മൾ അറിഞ്ഞില്ല. സാർ, എനിക്ക് തോന്നുന്നു രാമേശ്വരത്ത് സാറ് ചെയ്ത കർമ്മത്തിന്റെ ഫലമായിട്ട് സാറിന്റെ പഴയ പാപങ്ങളെല്ലാം കഴിഞ്ഞു. ഈ 14 വർഷത്തെ അക്കൗണ്ടാണ് സാറിന് ചീത്തവിളിയായിട്ട് വന്നതെന്ന് തോന്നുന്നത്. അതുകൊണ്ട് സാറിന് ഒരു പാപം ബാധിക്കില്ല. സാറിന്റെ പാവങ്ങളെല്ലാം അതോടുകൂടി ക്യാൻസൽ ആയി പോകുന്നതാണ് തോന്നുന്നു. ജീവൻ മുക്ത അവസ്ഥയിലാണ് സാർ എത്തിയിരിക്കുന്നത്. ഇപ്പൊ ശരിക്കും പറഞ്ഞാല് സാറിന്റെ സാന്നിധ്യം ഒരു വലിയ ഇതാണ്. കാരണം നമ്മൾ പറയാറുണ്ട്, ഉത്തമമായ ഗുരുക്കന്മാരുടെ സാമീപ്യം നമുക്ക് മനസ്സിനെ തരളിതമാക്കും. നമ്മുടെ മുഖത്തെല്ലാം ഞാൻ അവിടെ ഇരുന്ന് ശ്രദ്ധിക്കുന്നത്, എല്ലാവരുടെ മുഖത്ത് ഇങ്ങനെ ഭയങ്കര ചിരിയാണ്. ക്ഷേത്രത്തിൽ പോകുമ്പോൾ പോലും ഭയങ്കര വിങ്ങിമുട്ടിയാണ് നമ്മൾ പോകുന്നത്. കാരണം ഒരു വലിയ ഭണ്ഡാരം കൊണ്ടാണ് നമ്മൾ പോകണം, അവിടെ കൊണ്ട് സമർപ്പിക്കാനായിട്ട്. ആരെങ്കിലും വിട്ടുപോകും. പക്ഷെ ഇവിടെ നമ്മളെല്ലാവരും വളരെ ലളിതമായിട്ട്, അയത്ന ലളിതമായിട്ട് നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ അതിലേറ്റവും മനോഹരമാണത്. റൂമി പറയുന്ന പോലെ പക്ഷികൾ പറക്കുമ്പോൾ അവ ആകാശത്തിൽ അവയുടെ നഖപ്പാടുകൾ വീഴ്ത്തുന്നില്ല. അപ്പൊ സാറിങ്ങനെ തുടർച്ചയായിട്ട് പറക്കുന്നു. ആ പറക്കുന്നതോടൊപ്പം തന്നെ നമ്മളെയും കൂടെ പറത്തിക്കൊണ്ടു പോകാൻ അദ്ദേഹത്തിന് സാധിച്ചു. വളരെയേറെ ഒരു ഹൈ ലിഫ്റ്റഡ് എന്ന് പറയുന്ന ഒരു അവസ്ഥയാണ് നമുക്ക് എല്ലാവർക്കും. അപ്പം നമ്മളെല്ലാം ഭൗതികമായിട്ട് നമുക്ക് ഒരുപാട് പ്രാരാബ്ധങ്ങളൊക്കെ ഉള്ളതാണ്. പക്ഷെ എല്ലാം മറന്ന് മറ്റേതോ ഒരു തലത്തിൽ ആ ഒരു അവിടെ എത്തിയതിന്റെ ഒരു എന്താ പറയുക, അതിന്റെ ഒരു സുഖമാണ് നമ്മുടെ എല്ലാവരുടെ മുഖത്ത് കാണുന്ന ഈ പുഞ്ചിരി. അതിൽ യാതൊരു സംശയമില്ല. അപ്പൊ എന്തായാലും
എനിക്ക് തോന്നുന്നു സാറ് ഈ പ്രശ്നം ഉള്ളതുകൊണ്ടായിരിക്കും ഞാൻ 2 പ്രാവശ്യം സാറിനെ വിളിച്ചിരുന്നു. അപ്പൊ സാറ് വരട്ടെ എന്നിങ്ങനെ പറയുകയാണ്. നിരന്തരമായിട്ട് നമ്മുടെ പ്രേക്ഷകർ ആവശ്യപ്പെടുന്ന ഒരു സാന്നിധ്യമാണ് ഡോക്ടർ അലക്സാണ്ടർ ജേക്കബ് സാർ. ശരിക്കും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ എല്ലാവരുടെയും ഒരു പൂർവ്വ പുണ്യമാണ് ഇങ്ങനെ ഒരു മഹാമേരുവിനെ കണ്ടെത്താൻ കഴിഞ്ഞത്. അങ്ങയുടെ സാന്നിധ്യം വർഷങ്ങളോളം ഇവിടെ ഉണ്ടാകട്ടെ, ഏറ്റവും വലിയൊരു പ്രകാശ സ്രോതസ്സായിട്ട് ഇവിടെ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും കൂടെ ചെയ്യുന്നു സാർ.